ശാന്തിഗ്രാം ആരോഗ്യ നികേതനത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന വളരെയേറെ സമകാലിക പ്രസക്തിയുള്ള ഒരു പരിപാടിയിലേക്കാണ് നാം കടക്കുന്നത്. രോഗത്തിന്റെ കൈവഴി തേടി രോഗത്തിന്റെ കൈവഴി തേടി വളരെ വർഷങ്ങളായി ഹസ്തരേഖ അഥവാ ഡെർമറ്റോഗ്ലഫിക്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സമ്പ്രദായത്തിന്റെ ഗവേഷകനാണ് ശ്രീ മോഹൻ സാർ. സാധാരണഗതിയിൽ ഈ പോസ്റ്റ് ശാന്തിഗ്രാം ഗ്രൂപ്പുകളിലൂടെ ഷെയർ ചെയ്തപ്പോഴും സ്യൂഡോ സയൻസായ അല്ലെങ്കിൽ കപട ശാസ്ത്രമായ ജ്യോതിഷത്തെയും അന്ധവിശ്വാസങ്ങളെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുകയാണോ ശാന്തിഗ്രാമിന്റെ ലക്ഷ്യം എന്ന് പലരും ചോദിക്കുകയുണ്ടായി. മാത്രമല്ല, അതേസമയം തന്നെ വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഒരു കാൽവെപ്പാണ് ശാന്തിഗ്രാം നടത്തുന്നതെന്ന് പോസിറ്റീവായിട്ട് പറഞ്ഞ ആളുകളുമുണ്ട്. നമ്മുടെ രാജ്യം അല്ലെങ്കിൽ ലോകം, ജനത പല വഴികളിലൂടെ സർവനാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സർവനാശത്തിലേക്ക് പോകുന്ന ഒരു സമൂഹത്തെ ഏതൊക്കെ മാർഗങ്ങളിലൂടെ നമുക്ക് നേരായ വഴിയിലേക്ക് നയിക്കുവാൻ, അല്ലെങ്കിൽ കുറെ നാളത്തേക്കെങ്കിലും ഈ ഒരു ദുരന്തം ഒഴിവാക്കിക്കൊണ്ട് സമാധാനപരമായ കുടുംബങ്ങളും ഗ്രാമങ്ങളും സമൂഹവും ഒക്കെ സൃഷ്ടിക്കാൻ വേണ്ടി കഴിഞ്ഞ 37 വർഷമായി പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധ സംഘടനയാണ് ശാന്തിഗ്രാം. മരുന്നുകളില്ലാത്ത ചികിത്സാ സമ്പ്രദായങ്ങൾ, സമാന്തര ചികിത്സ അല്ലെങ്കിൽ ബദൽ ചികിത്സ, നാട്ടറിവ്, പ്രകൃതി ജീവനം, അലോപ്പതി തുടങ്ങി എല്ലാ സംവിധാനങ്ങളെയും അർഹിക്കുന്ന പ്രാധാന്യത്തോടും ഔചിത്യബോധത്തോടും കൂടിയാണ് ശാന്തിഗ്രാം എല്ലാ ചികിത്സാ സമ്പ്രദായങ്ങളെയും അതിൻ്റെ ആളുകളെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഈ പരിപാടി നടത്തുവാനൊരു ഖേദമായത് ശാന്തിഗ്രാമിന്റെ 37 വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഒരു വിലയിരുത്തൽ നടത്തുകയുണ്ടായി. സോഷ്യൽ മീഡിയയ്ക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഇക്കാലത്ത് ശാന്തിഗ്രാം കഴിഞ്ഞ 35 വർഷത്തിലധികമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പല പരീക്ഷണങ്ങളും സമൂഹം അറിയുന്നില്ല എന്നും അത് സമൂഹത്തെ അറിയിക്കുവാൻ വേണ്ടിയുള്ള സാമൂഹ്യ മീഡിയകളെ, സോഷ്യൽ മീഡിയയെ ശരിയായ രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിന്റെ വെളിച്ചത്തിലും അസ്ട്രോളജി ആയാലും ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്ന വിഷയമായാലും ഒക്കെ അതേക്കുറിച്ചുള്ള തെറ്റായ ധാരണകളും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശരിയായ കാര്യങ്ങളുമൊക്കെ സമൂഹത്തിൽ ആ വിഷയവുമായി പഠിച്ച് ആ വിഷയത്തിൽ അവഗാഹമുള്ള ആളുകളെ കണ്ടെത്തി അവരെ സമൂഹത്തിന് മുന്നിൽ പരിചയപ്പെടുത്തുന്ന ഒരു പരിപാടിയാണ് ഇത്. ശ്രീ മോഹൻ സാർ അലോപ്പതി സംവിധാനത്തിലൂടെ തന്നെ തൻ്റെ ഗുരുനാഥന്മാരിൽ നിന്നും സിദ്ധിച്ച അറിവുകൾ മോഡേൺ സയൻസിന്റെ സഹായത്തോടു കൂടിയും അതിൻ്റെ വിദഗ്ധരുടെ സഹായത്തോടു കൂടിയും വിവിധ ആശുപത്രികളിൽ നടത്തി 98% ശരി എന്ന് ഉറപ്പാക്കിയ ഒരു സംവിധാനമാണ് ഇന്ന് ഇവിടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇത്തരം വിഷയങ്ങൾ ഒരാളുടെ കാലത്തോടു കൂടി അവസാനിക്കരുതെന്നും, കാരണം മോഹൻ സാറിന് ഈ വിഷയം
പഠിപ്പിച്ച ഗുരുനാഥന്മാർ പലരും ഇന്ന് കാലയവനികയ്ക്കുള്ളിലാണ്. ഈ ഒരു സമ്പ്രദായങ്ങൾ, പ്രത്യേകിച്ച് ഭാരതീയ ശാസ്ത്ര സങ്കേതങ്ങൾ പഠിച്ച ആളുകളിൽ നിന്ന് നഷ്ടപ്പെടാതെ അവരുടെ കാലത്ത് തന്നെ സമൂഹത്തിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു കൂട്ടായ ശ്രമം നടക്കുന്നുണ്ട്. ഈ സംവിധാനത്തിൽ നമ്മളെ ഗൈഡ് ചെയ്യുന്നത് ശ്രീ സഞ്ജയ് സ്വാമി ഉണ്ട്. സഞ്ജയ് ഗുരുകുലം എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്ന മെഡിക്കൽ അസ്ട്രോളജിയുടെ ഗവേഷകനുമാണ് ശ്രീ സഞ്ജയ് ഗുരുകുലം. അദ്ദേഹവും നമ്മോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. മോഹൻ സാറിനെ സ്നേഹപൂർവ്വം ഈ പരിപാടിക്ക് ശാന്തിഗ്രാമിന്റെയും ഇതിന്റെ സംഘാടക സമിതിയുടെയും പേരിൽ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഈ ഗൂഗിൾ മീറ്റിൽ പങ്കാളികളായുന്ന എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ സംവാദത്തിലേക്ക്, അല്ലെങ്കിൽ ഈ പാഠ്യ പരിപാടിയിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. സഞ്ജയ് ഗുരുകുലം മോഹൻ സാറിനെ കുറിച്ചൊരു 2 വാക്ക് പറഞ്ഞിട്ട് മോഹൻ സാറ് തന്റെ വിഷയം അവതരിപ്പിക്കും. അധ്യക്ഷൻ എന്നുള്ള നിലയിൽ, അഥവാ മോഡറേറ്റർ എന്നുള്ള നിലയിൽ ആ ദൗത്യം സഞ്ജയ് ജി നടത്തണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. ഞാൻ സഞ്ജയ് ഗുരുകുലം. ഇവിടെ മോഹന സാർ നമുക്ക് ഇപ്പോൾ തന്നെ ടൈം ഒരുപാട് വൈകിയിരിക്കുകയാണ്. അപ്പോൾ മോഹന സാറ് എൻ്റെ നാട്ടുകാരൻ കൂടെയാണ്. അദ്ദേഹം ഒരു അധ്യാപകനും കെമിസ്ട്രി അധ്യാപകനും, ഒപ്പം തന്നെ ഈ പറയുന്ന ഫാർമസിയിൽ ഒത്തിരി ഗുരുക്കന്മാരോടൊപ്പം ഇത് പഠനം നടത്തുകയും അതിന് പുറമെ ഒത്തിരി ഗവേഷണങ്ങൾക്ക് നടത്തുകയും ഒക്കെ ചെയ്ത ഒരാളാണ്. അതിൽ അദ്ദേഹം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് കാർഡിയാക് സംബന്ധിച്ചുള്ള പ്രോബ്ലംസ് എങ്ങനെ നമുക്ക് കൈരേഖകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുമെന്ന ഒരു വിഷയമാണ് അദ്ദേഹം തിരഞ്ഞെടുത്തിരുന്നത്. അപ്പൊ അദ്ദേഹം ഈ കാര്യം എന്നോട് പറയുകയും ഞാനത് ശാന്തിഗ്രാമിൽ അറിയിക്കുകയും അത് ശാന്തിഗ്രാം ഇങ്ങനെ ഒരു അവസരം ഒരുക്കുകയാണ് ചെയ്തത്. അപ്പോൾ മോഹൻ സാറിനും ഒപ്പം തന്നെ ശാന്തിഗ്രാമിനും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് മോഹൻ. ഞാൻ ഒരു കെമിസ്ട്രി അധ്യാപകനാണ്. മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസിന് കഴിഞ്ഞ 25 വർഷമായിട്ട് കെമിസ്ട്രി പഠിപ്പിക്കുക. ഈ സബ്ജക്റ്റ് എൻ്റെ ഒരു പാഷൻ. ഞാൻ ഒരു തൊഴിലായിട്ട് കണ്ടിട്ടുള്ളതല്ല. ഇന്നിപ്പോൾ ഈ മീറ്റിൽ പങ്കെടുക്കുന്ന പലരെ പോലെയും ഞാൻ ഇത് തള്ളിപ്പറഞ്ഞ ഒരാളാണ്. പക്ഷേ ഒരാളുടെ മുന്നിൽ തള്ളി പറഞ്ഞപ്പോൾ ആദ്യം പഠിക്കുക, എന്നിട്ട് വിലയിരുത്തുക എന്ന അദ്ദേഹത്തിന്റെ ഉപദേശം കേട്ടിട്ടാണ് തികച്ചും ഗുരുകുല വിദ്യാഭ്യാസ രീതിയിൽ ഞാൻ ഇത് പഠിച്ചത്. എന്നോടൊപ്പം ഇത് പഠിച്ച എല്ലാവരും ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന പ്രഡിക്ഷൻസ് നടത്തുന്ന ആൾക്കാരാണ്. എന്തോ എനിക്ക് ആ വഴി പോകാൻ തോന്നിയില്ല. കൗതുകത്തിനാണ് മനോരമയിൽ വർക്ക് ചെയ്തിരുന്ന അജിത്ത് എന്ന് പറയപ്പെടുന്ന പത്രപ്രവർത്തകൻ, അദ്ദേഹത്തിന്റെ സൂചന അനുസരിച്ചാണ് ഈ കൈരേഖയും രോഗവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള പഠനത്തിലേക്ക് പോയി. അത് പിന്നെ കാർഡിയോളജിയിൽ ഒരു പഠനമായി മാറുകയും നെയ്യാറ്റിൻകര നിംസ് ഹോസ്പിറ്റലിൽ അവിടുത്തെ കാർഡിയോളജിസ്റ്റിന്റെ സഹായത്തോടു കൂടി അവിടെ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും അത് വിലയിരുത്തുകയും അന്തരിച്ച
ഡോക്ടർ ശാംബശിവൻ, കേരളത്തിലെ വളരെ പ്രശസ്തനായ ന്യൂറോ സർജനാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വൈസ് പ്രിൻസിപ്പൽ ആയിരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണമാണ് ഞാൻ തുടർ പഠനം ക്രമീകരിച്ചത്. നിംസ് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് ഞാൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി എൻവയോൺമെന്റ് അതിൽ ഡോക്ടർ അജിത് പ്രഭു സാറിന്റെ കീഴിലുള്ള ടീം ആ പ്രോജക്റ്റ് ഇവാലുവേറ്റ് ചെയ്യും, ആ പ്രോജക്റ്റിന് അംഗീകാരം തരികയും ചെയ്തിട്ടുണ്ട്. പ്രോജക്റ്റ് വിലയിരുത്തി അംഗീകരിച്ചു. തുടർന്ന് അത് ഗവൺമെന്റിലേക്ക്, സെൻട്രൽ ഗവൺമെന്റിലേക്ക് ആ പ്രോജക്റ്റ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. തികച്ച സാങ്കേതികത്വത്തിന്റെ പേരിൽ മാത്രം തുടർ പഠനം നടത്താൻ കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ശ്രീ സഞ്ജയ് സ്വാമിയെ പരിചയപ്പെടുകയും അദ്ദേഹം വഴി ശാന്തിഗ്രാമിലെത്തുകയും ഇങ്ങനെ ഒരു മീറ്റിന് തയ്യാറായതും അങ്ങനെയാണ്. ഇവിടെ ഇന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകണം എന്നില്ല. എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ഒരുപക്ഷേ ഇപ്പൊ ഈ മീറ്റിൽ പങ്കെടുത്തിരിക്കുന്ന ആൾക്കാർക്ക് ബോധ്യപ്പെടുന്ന വിധത്തിലുള്ള ചില കാര്യങ്ങൾ, വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ അവതരിപ്പിക്കാം. നമ്മുടെ കൈയെടുത്ത് നോക്കിയാൽ കയ്യില് കുറേ രേഖകളുണ്ട്. മോഡേൺ സയൻസ് പറയുന്നത് ഭ്രൂണാവസ്ഥയിൽ 17 മുതൽ 19 ആഴ്ചകൾക്കുള്ളിലാണ് ത്വക്ക് രൂപാന്തരപ്പെടുകയും അതോടൊപ്പം തന്നെ തമ്പ് ഇംപ്രഷൻ രൂപപ്പെടുകയും ചെയ്യുന്നത്. നമുക്കറിയാം മോഡേൺ സയൻസിൽ തമ്പ് ഇംപ്രഷൻ എന്ന് പറയുന്നത് വളരെ യുണീക്കാണ്. ഒരാളുടെ തമ്പ് ഇംപ്രഷൻ പോലെ മറ്റൊന്നില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് രേഖകൾ ഉണ്ടാക്കുമ്പോൾ സിഗ്നേച്ചറിനോടൊപ്പം തമ്പിന്റെ ഇംപ്രഷൻ കൂടി എടുക്കുന്നത്. 100% ശാസ്ത്രമാണ്. തമ്പിലുണ്ടായിരിക്കുന്ന ഇംപ്രഷൻസ് 100% ശാസ്ത്രമാണെങ്കിൽ അതേ കയ്യിലുണ്ടായിരിക്കുന്ന രേഖകളും ഉറപ്പായിട്ടും 100% സയന്റിഫിക് തന്നെയാണ്. അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരുപാട് വിശദീകരണത്തിലേക്ക് പോകുന്നില്ല, എങ്കിൽ പിന്നെ ക്ലാസ് താമസിക്കും. കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പിക്ചർ ശ്രദ്ധിക്കുക. നമ്മുടെ തായ് വിരലിന് താഴെയായിട്ട് ആ തായ് വിരലിന് താഴെയായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും, ഇപ്പൊ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരുടെ കയ്യിലും ആ കറുത്ത മഷിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു രേഖ കാണാം. ആ കറുത്ത മഷിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ രേഖ പാമിസ്റ്റ് പറയുന്നത് ലൈഫ് ലൈൻ എന്നാണ്. റൈറ്റ് ഹാൻഡ് എടുത്തോളൂ. നമുക്കത് പിന്നീട് എടുക്കാം. ലേഡീസ് ഉണ്ടെങ്കിൽ, സ്ത്രീകളുണ്ടെങ്കിൽ ഇടത് കൈ എടുത്തോളുക, പുരുഷന്മാർ വലത് കൈ എടുക്കുക. വളരെ പോസിറ്റീവ് ആയിരിക്കുന്നല്ലോ അദ്ദേഹത്തിന്റെ പ്രതികരണം. കൊള്ളാം, നന്നായിരിക്കുന്നു. താങ്ക്സ് ലോട്ട്. കറുത്ത മഷിയിൽ വരച്ചിരിക്കുന്നത് നമ്മൾ ലൈഫ് ലൈൻ എന്നാ പറയാം. നിങ്ങൾ എല്ലാവരും കയ്യിൽ നോക്കുക. അതിന്റെ തൊട്ടു മുകളിൽ ഒരു ബ്ലൂ കളറിൽ വരച്ചിരിക്കുന്ന ലൈൻ, ആ ലൈനിന്റെ സ്ഥാനത്തിന് വ്യത്യാസം ഉണ്ടാവും, തികച്ചും വ്യത്യസ്തം ഉണ്ടാവും. പക്ഷെ അങ്ങനെ ലൈൻ അവിടെ ഉണ്ടാവും. അതിന് നീളം കൂടുതലുണ്ടാവാം, നീളക്കുറവുണ്ടാവാം, ഈ വരച്ചേക്കിനേക്കാൾ നീളം ഉണ്ടാവും. അതിന് പറയുന്ന ഹെഡ്ലൈൻ എന്നാണ്, ശിരോരേഖ, ഹെഡ്ലൈൻ. അതിൻ്റെയും മുകളിൽ ആ റെഡ് കളറിൽ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. നമ്മൾ ചെറുവിരലിൻ്റെ അവിടെ നിന്ന് ആരംഭിച്ച് ചൂണ്ടുവിരലിന്റെ താഴത്ത് അവസാനിക്കുന്ന രേഖ പറയുന്ന ഹാർട്ട് ലൈൻ എന്നാണ്. അതും നിങ്ങളുടെ കയ്യിൽ ഞാൻ വരച്ചേക്കുന്ന പോലെ കാണണമെന്നില്ല. എന്നിട്ട് ആ പിങ്ക് കളറിൽ ഒരു ലൈൻ വരച്ചിട്ടുണ്ട് താഴെ നിന്ന് മുകളിലേക്കായിട്ട്. അതിനെ പറയുന്നത് ലക്ക് ലൈൻ എന്നാ പറയാം.
ഭാഗ്യരേഖ എന്ന് പറയും. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാം. ഞാൻ വരച്ചേക്കുന്ന ലൈഫ് ലൈനും അതേ കറുത്ത വരെയും അതിന്റെ തൊട്ട് മുകളിലായിരിക്കുന്ന ബ്ലൂ ലൈനും ഇപ്പോൾ ഈ ക്ലാസ്സിൽ ഓൺലൈനായി പങ്കെടുക്കുന്ന ഓഫ്ലൈനായിട്ട് പങ്കെടുക്കുന്ന ആൾക്കാരിൽ ഒരു 4-5 പേരുടെയെങ്കിലും കയ്യിൽ ആ രണ്ട് രേഖകളും തമ്മിൽ ചേരാതെ കാണും. ഇപ്പൊ ചിത്രത്തിൽ കാണുന്നത് പോലെ ചേരാതെ കാണും. അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കുക, നിങ്ങൾക്കൊരു ക്യാരക്ടറുണ്ട്. എന്താന്ന് കേട്ടാൽ തികച്ച ഇൻഡിപെൻഡന്റ് ആയ ഒരാളാണ്, സ്വതന്ത്ര ചിന്താഗതിയുള്ള ആളായിരിക്കും, മറ്റുള്ളവരുടെ പ്രേരണയ്ക്ക് വേഗത്തിൽ വിധേയനാകാത്ത ആളായിരിക്കും അക്കൂട്ടർ. എന്നാൽ നിങ്ങൾ ആ ചിത്രത്തിന്റെ താഴെ എ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നിടത്ത് ആ ചുവട്ടിലായിട്ട് ഒരു രേഖ വരച്ചിട്ടുണ്ട്, കറുത്തതും നീലയുമായിട്ട് രേഖ വരച്ചിട്ടുണ്ട്. അവിടെ നോക്കിയേ, ആ രണ്ട് രേഖയും തമ്മിൽ ചെറുതായി ചേർന്നിട്ടുണ്ട്. ജസ്റ്റ് കോണ്ടാക്ട്, ജസ്റ്റ് കോണ്ടാക്ട്. ഈ ആൾക്കാര് എന്ന് പറയുന്നത് ചെറിയ കാര്യങ്ങൾ പോലും ഒരുപാട് ആലോചിക്കുകയും ഏറെ ചിന്തിച്ചതിന് ശേഷം മാത്രം തീരുമാനത്തിലെത്തുകയും, എന്നാൽ എടുത്ത തീരുമാനം തെറ്റിയാൽ ആ നിമിഷം തന്നെ തളർന്നു പോകുന്ന ആളുമായിരിക്കും. തൊട്ടാവാടി പ്രകൃതം എന്ന് വേണമെങ്കിൽ പറയാം. അത് ഒരു നിമിഷ നേരത്തേക്കാണ്. ഒരു നിമിഷ നേരത്തേക്ക് അവർ തളർന്നു പോകും. പക്ഷെ തൊട്ടടുത്ത നിമിഷം മറ്റാരും അറിയാതെ ആ തെറ്റ് പരിഹരിച്ച് അവർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നവരുടെ കയ്യിലാണ് ഞാൻ എ എന്ന് മാർക്ക് ചെയ്തേക്കുന്നത്. എ എന്ന് മാർക്ക് ചെയ്തേക്കുന്നത്. നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിൽ ഒരു 8ൽ കുറയാത്ത ആൾക്കാർക്കെങ്കിലും ആ രേഖ ഉണ്ടായിരിക്കും. ഞാൻ ഇനി പറയുന്ന സ്വഭാവങ്ങൾ തെറ്റ് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം. എന്നാൽ അതിന്റെ മുകളിൽ നോക്കിയേ, ആ ചിത്രത്തിന്റെ മുകളിൽ ഞാൻ ബി എന്നാ മാർക്ക് ചെയ്തത്, പക്ഷെ ആ ബി വ്യക്തതയല്ല. നോക്കിയേ, തൊട്ട് മുകളിൽ ഒരു രേഖ കിടക്കുന്നുണ്ട്. ഈ പാമിസ്ട്രി പഠിക്കുമ്പോൾ പുസ്തകം വാങ്ങി പഠിക്കുകയും അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഴ്സിൽ പഠിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു അപകടം സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ഞാൻ ആ മുകളിലത്തെ രേഖ പറഞ്ഞത്. ഞാൻ എ എന്ന് പറഞ്ഞ രേഖയിൽ ആയുർരേഖയും ശിരോരേഖയും ജസ്റ്റ് കോണ്ടാക്ട്, ഒന്ന് ചേർന്നിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. എന്നാൽ നിങ്ങൾ മുകളിൽ നോക്കിയാലും നിങ്ങൾക്ക് തോന്നും അവിടെയും ആ രണ്ട് രേഖകളും, നീലയും കറുത്ത രേഖകൾ തമ്മിൽ ചേർന്നിരിക്കുന്നു, ജസ്റ്റ് കോണ്ടാക്ട്. ഈ ആളിന് ആദ്യത്തെ ഫലമാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ, എന്താ ആദ്യത്തെ ഫലം ഞാൻ പറഞ്ഞത്? കൂലങ്കഷമായി ഒരുപാട് ആലോചിക്കുകയും ചിന്തിച്ചുറപ്പിച്ച് തീരുമാനത്തിലെത്തുകയും തീരുമാനം തെറ്റിപ്പോയാൽ ആ നിമിഷം ഒന്ന് തളർന്നു പോവുകയും ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഫലം പറഞ്ഞു. ആ ഫലം നിങ്ങൾ മുകളിലത്തെ ആളിന്, ആ ചിത്രത്തിൽ മുകളിൽ കൊടുത്തേക്കുന്ന ആ ചിത്രത്തിലെ ആളിന് നിങ്ങൾ പറഞ്ഞാൽ അത് തെറ്റും. ആ ചിത്രം സൂചിപ്പിക്കുന്നത്, ഈ നമ്മളൊരു ഭാഷ സാധാരണ പറയാറുണ്ട്, മറ്റുള്ളവർ മനസ്സിൽ കാണുമ്പോൾ മാനത്ത് കാണുന്ന ആൾക്കാർ. അക്കൂട്ടത്തിലുള്ള ആൾക്കാരുടെ കൈയാണ് ആ മുകളിൽ കാണിച്ചത്. ആ ബി എന്ന് മാർക്ക് ചെയ്ത് കാണിച്ചേക്കുന്നത് അപ്പൊ രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഒന്ന് ജസ്റ്റ് കോണ്ടാക്ട്, മറ്റൊന്ന് ലൈഫ് ലൈനും ഹെഡ് ലൈനും ഇഴുകിച്ചേർന്ന് കുറെ ദൂരം സഞ്ചരിച്ചിട്ട് അകന്നു പോവുകയും ചെയ്യാം. അവർ കാര്യങ്ങൾ മുൻകൂട്ടി കാണുവാനും ആവശ്യത്തിന് പ്രതിരോധ നടപടികൾ സ്വീകരിക്കാനും കഴിവുള്ള ആൾക്കാർ, മുന്നേ ചിന്തിക്കുന്നവർ, കാര്യങ്ങൾ മുന്നേ ചിന്തിക്കുന്നവർ, മുൻകൂട്ടി കാണുന്നവർ, നേരത്തെ കാണാൻ കഴിയുന്നവർ എന്ന വിധത്തിൽ എടുക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ,
ലൈഫ് ആദ്യം തുടങ്ങിയത് ലൈഫ് ലൈനും ഹെഡ് ലൈനും തമ്മിൽ ചെറിയൊരു അകലം ഉണ്ടായിരിക്കുക. അകലം കൂടിയാൽ പറഞ്ഞാലനുസരിക്കാത്തവൻ ഏത് പ്രവൃത്തി ചെയ്താലും ആ പ്രവൃത്തിയിൽ സാമ്പത്തികമായ നഷ്ടം ഫേസ് ചെയ്യുന്നയാൾ. പക്ഷെ ആ നഷ്ടം അയാൾ ഒരിക്കലും നഷ്ടമായി കണക്കാക്കാത്ത ആളുമായിരിക്കും. എന്ന് പറഞ്ഞാൽ വർക്കിന്റെ പെർഫെക്ഷൻ ആയിരിക്കും അയാൾ എപ്പോഴും നോക്കുന്നത്, അതിനെന്ത് ചെലവ് വരുന്നു എന്നത് അല്ല. അപ്പൊ ഇത് ഞാൻ പറഞ്ഞത് ഇത്രയും ആ 3 രേഖകളും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കാനാണ്. ഈ പിക്ചർ നോക്കി. ഈ പിക്ചറിൽ ഈ കൂട്ടത്തിലുള്ള എല്ലാ ആൾക്കാരും ഈ പറയുന്ന ഏതെങ്കിലും ഒന്നിൽ വരും. ആ ചുവന്ന രേഖ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഹാർട്ട് ലൈനാണ്. അതിന്റെ തൊട്ടു മുകളിൽ രേഖ ആരുടെ കയ്യിൽ അങ്ങനെയൊന്നും കാണില്ല. ഏതെങ്കിലും ആ 3-ൽ 1 എല്ലാവരുടെ കയ്യിലും കാണും. 3-ൽ 1 ആ കറുത്തത്, ഏറ്റവും മുകളിൽ കിടക്കുന്ന കറുത്തത്, അതിന്റെ തൊട്ട് താഴെ കാണുന്ന പച്ച ലൈൻ, അതിന്റെ താഴെ കാണുന്ന ചുവന്നത്, ആ കുങ്കുമ നിറത്തിലുള്ളത്. ഈ 3 രേഖയിൽ 1 മാത്രമേ നിങ്ങളുടെ കയ്യിലുണ്ടാവൂ. പക്ഷേ നിങ്ങൾ കണ്ടാൽ 3 ഒന്നുപോലെയാണെങ്കിലും ആ 3 രേഖയും അവസാനിച്ചിരിക്കുന്നത് വ്യത്യസ്ത സ്ഥലങ്ങളിലാണ്. ഏറ്റവും താഴത്തെ കാണുന്ന കുങ്കുമ രേഖ അവസാനിച്ചിരിക്കുന്നത് 1-ാം വിരലിന്റെ ചുവട്ടിലാണ്. ആ പച്ച രേഖ അവസാനിച്ചിരിക്കുന്നത് 1-ാമത്തെയും 2-ാമത്തെയും വിരലിന്റെ മധ്യത്തിലായിട്ടാണ്. 3-ാമത്തെ രേഖ അവസാനിച്ചിരിക്കുന്നത് 2-ാം വിരലിന്റെ ചുവട്ടിലായിട്ടാണ്. ഇപ്പൊ 3 ഹാർട്ട് ലൈൻ ആണെങ്കിലും ആ 3 രേഖയെ അവസാനിച്ചിരിക്കുന്നത്, സ്റ്റാർട്ട് ചെയ്തേക്കുന്ന ഒരേ സ്ഥലത്ത് നിന്നാണ്, പക്ഷെ അവസാനിച്ചിരിക്കുന്നത് 3 വ്യത്യസ്ത സ്ഥലങ്ങളിലായിട്ടാണ്. ആദ്യത്തെ ആളിനെ ആണെങ്കിൽ നമുക്ക് സ്നേഹസമ്പന്നൻ എന്ന് പറയാം. എല്ലാവരെയും സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്നവരും കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ വളരെ ഭംഗിയായി നിർവഹിക്കുന്നവരും സ്നേഹസമ്പന്നനായ ആൾക്കാരായിരിക്കും. എല്ലാവരോടും സൗഹൃദമുള്ള ആൾക്കാരായിരിക്കും. ഈ 3-ാമത്തെ ലൈൻ എന്ന് പറഞ്ഞാൽ ആ കറുത്ത ലൈൻ, 2-ാം വിരലിന്റെ ചുവട്ടിൽ അവസാനിക്കുന്ന ആ ലൈൻ, ആ ചുവട്ടിൽ അവസാനിക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. ആ വിരലിനെ ചൂണ്ടിയാണ് നിൽക്കുന്നത്. അത് ശ്രദ്ധിച്ചോണം. ചുവട്ടിൽ അവസാനിച്ചാൽ ഫലം 1, വിരലിനെ ചൂണ്ടി നിന്നാൽ ഫലം വേറൊന്ന്. അപ്പൊ ഇവിടെ വിരലിനെ ചൂണ്ടിയാണ് നിൽക്കുന്നത്. സ്വാർത്ഥതയുടെ പര്യായമായിരിക്കും ഇയാൾ. ആരായിരുന്നാലും ഓർമ്മ സ്വാർത്ഥതയുടെ പര്യായമായിരിക്കും. എന്ത് കാര്യം ചെയ്താലും തനിക്കതിലെന്ത് ഗുണം കിട്ടുമെന്നുള്ളതിനപ്പുറത്തേക്ക് പൊതുസമൂഹത്തിനോ മറ്റൊരു വ്യക്തിക്കോ ഗുണം കിട്ടുന്ന ഒരു കാര്യവും അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട. പക്ഷെ അയാൾക്കൊരു പ്രത്യേകത ഉണ്ടായിരിക്കും. വാക്ക് പാലിക്കുന്ന മനുഷ്യനായിരിക്കും. അയാൾ ഒരാളിനോട് ഒരു കാര്യം കമ്മിറ്റ് ചെയ്താൽ ആ കമ്മിറ്റ് ചെയ്യുന്ന കാര്യം അതേപടി അയാൾ നടപ്പിലാക്കിയിരിക്കും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, അയാൾ ഒരാളിനൊരു ജോബ് ഏൽപ്പിക്കുക. ആ ജോബ് പൂർത്തീകരിച്ചാൽ 1000 രൂപ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ആ ജോബ് ഒരാൾ ഏറ്റെടുക്കുകയാണ്. അയാൾ 750 രൂപയ്ക്ക് ആ ജോബ് തീർത്താലും അയാൾക്ക് 1000 രൂപ കൊടുക്കും. പകരം ആ ജോബ് പൂർത്തീകരിക്കാൻ ഇയാൾക്ക് 1500 രൂപ ആവശ്യം വന്നാലും അയാൾ ആ പറഞ്ഞ 1000 രൂപയല്ലാതെ 1 രൂപ കൂടുതൽ കൊടുക്കില്ല. എന്തും സ്വാർത്ഥനായിരിക്കും. തൻ്റെ സുഖത്തിനല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അയാൾ ചിന്തിക്കുകയില്ല. എന്നാൽ ആ പച്ച ലൈൻ നോക്കി, ഞാൻ പറയും ഈ ലോകത്തിലെ ഏറ്റവും നിർഭാഗ്യവാനായ മനുഷ്യനാണ് അയാളെന്നാണ്. നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കുന്നതിൽ ഒരുപക്ഷെ പകുതിയിലധികം പേർക്കെങ്കിലും അത്തരം രേഖയുള്ള ആളായിരിക്കും. 1-ാമത്തെയും 2-ാമത്തെയും വിരലിന്റെ ഇടയിലോട്ട് വന്ന് അവസാനിക്കും. ഇപ്പൊ വരച്ചെക്കുന്ന പോലെ കൃത്യമായി അവിടെ എത്തണമെന്നില്ല, അതിന്റെ സമീപത്തൊക്കെ വരുന്നതായിരിക്കാം. ഞാൻ നിർഭാഗ്യവാനെന്ന് പറഞ്ഞത് എല്ലാവരോടും സ്നേഹമുള്ള മനുഷ്യനാണ്, എല്ലാവർക്കും നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യനാണ്. പക്ഷെ സ്നേഹം പുറത്ത് കാണിക്കാൻ അറിയാത്ത മനുഷ്യനാണ്. അവർക്ക് പരിഭവമായിരിക്കും, ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്, എന്നെ ആരും സ്നേഹിക്കുന്നില്ല. എല്ലാവർക്കും വേണ്ടത് ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്, എന്നെ ആരും പരിഗണിക്കുന്നില്ല. ഇവർക്ക് ഇവരുടെ മനസ്സ് ഓപ്പൺ ചെയ്യാൻ അറിഞ്ഞുകൂടാത്ത ആൾക്കാരാണ്.
ദുഃഖം മാത്രം, മറ്റാരും സ്നേഹിക്കുന്നില്ല എന്നുള്ള ദുഃഖം മാത്രം പേര് നടക്കുന്ന ആൾക്കാരായിരിക്കും. ഇയാളുടെ ബന്ധുക്കളുടെ ചോദിച്ചാലും പറയും, അയാൾക്ക് ആരോടും പ്രത്യേകിച്ച് സ്നേഹമൊന്നുമില്ല, പക്ഷെ അയാൾ ചെയ്തു കൊടുക്കേണ്ട എല്ലാ കടമകളും പൂർത്തീകരിക്കും. ഇപ്പൊ ഇക്കൂട്ടത്തിൽ ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർ വിവാഹിതരായ പുരുഷന്മാരാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ ഞാൻ ഒരു കാര്യം പറയാം. സ്വാഭാവികമായിട്ട് കുടുംബമായിട്ട് ഷോപ്പിങ്ങിന് പോകുന്നു, ടെക്സ്റ്റൈൽ കയറുന്നു, സാരി വാങ്ങുന്നു. സ്വാഭാവികമായിട്ടും സ്ത്രീകളുടെ ആ ഒരു കാര്യത്തിൽ ഞാൻ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞ് മാറി ചെന്നിരിക്കുന്ന ആളിന്റെ അടുത്തേക്ക് ഭാര്യയോ അല്ലെങ്കിൽ മക്കളോ അവർ സെലക്ട് ചെയ്ത 2 or 3 സാരിയോ അല്ലെങ്കിൽ മറ്റേതോ ചുരിദാറോ എടുത്ത് വെക്കും. എന്നിട്ട് ഇദ്ദേഹത്തോട് ചോദിക്കും, ഇതിലേത് കൊള്ളാം? അദ്ദേഹം അഭിപ്രായം പറയുകയല്ല, പകരം അതിലേറ്റവും മികച്ച സാധനത്തെ എടുത്തിട്ട് പാക്ക് ചെയ്യാൻ ഓർഡർ ചെയ്യുകയൊക്കെ ചെയ്യും. ഇത് അവരുടെ നേച്ചർ. ഇത് കൊള്ളാം, ഇത് പാക്ക് ചെയ്യും. പക്ഷെ സാധനം വാങ്ങി വീട്ടിൽ വരുമ്പോൾ അടി ഉറപ്പാം. കാരണം അവർ സെലക്ട് ചെയ്തതിൽ ഒരെണ്ണമാണ് ഇദ്ദേഹം എടുത്ത് പാക്ക് ചെയ്യാൻ പറഞ്ഞത്. പക്ഷെ വീട്ടിൽ വരുമ്പോൾ മറ്റുള്ളവർ പറയും, ഇതിനേക്കാൾ മികച്ചത് മറ്റേതായിരുന്നു, അന്ന് നീ അതെടുക്കാത്തത്, നിങ്ങൾ പാക്ക് ചെയ്യാൻ പറഞ്ഞില്ലേ. അപ്പോ നല്ല കാര്യം ചെയ്തിട്ട് വീട്ടിൽ വരുമ്പോൾ അതിന്റെ ക്യാഷ് കൊടുത്തതും നിങ്ങളായിരിക്കും, അവരെ കൊണ്ടുപോയത് നിങ്ങളാ, നിങ്ങളുടെ പോക്കറ്റിൽ കാശ് മുടക്കി അവരെ കൊണ്ടുപോയത്. ഇതൊക്കെ ചെയ്താലും അവസാനം പഴി കേൾക്കേണ്ടി വരുന്ന ആൾക്കാരായിരിക്കും കൂട്ടർ. അപ്പൊ ഇക്കൂട്ടത്തിലുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവരൊരിക്കലും ഒരിടത്തും അഭിപ്രായ പ്രകടനത്തിന് മുതിരരുത്. എങ്കിൽ മറ്റുള്ളവർ അംഗീകരിക്കില്ല. അവർ സ്വയം മനസ്സിലാക്കുക, നമ്മുടെ സ്നേഹം മറ്റുള്ളവർ തിരിച്ചറിയാതെ പോകുന്നുണ്ട്. അപ്പൊ അതിന് കുറച്ചുകൂടി ബോധപൂർവമായിട്ട് ഓപ്പൺ അപ്പ് ആവാൻ ശ്രമിക്കുക. ഒരാളെ സഹായിച്ചിട്ട് കാര്യമില്ല, അയാളെ സഹായിച്ചു എന്ന് അയാൾക്ക് ബോധ്യം വരണം. അവിടെയാണ് പ്രാധാന്യം. എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അയാൾക്ക് ബോധ്യപ്പെടണം എനിക്ക് അയാളോട് സ്നേഹമുണ്ട് എന്ന്. ആ സ്നേഹം പ്രകടിപ്പിക്കാൻ അക്കൂട്ടർ പഠിക്കണം. ഈ ക്ലാസ്സിലുള്ള ഇരിക്കുന്നതിൽ കുറച്ചധികം പേർക്കെങ്കിലും ഇത്തരത്തിലുള്ള രേഖ ഉണ്ടായിരിക്കുമെന്ന് 100% എനിക്ക് ഉറപ്പാണ്. ഈ ക്ലാസ്സിൽ ഇപ്പൊ ലൈവായി പങ്കെടുക്കുന്ന അല്ലാതെ ഇവിടെ ഫിസിക്കലി പ്രസന്റ് ആയിരിക്കുന്ന ആൾക്കാർക്കും അതുണ്ടാവും എന്നിരിക്കണം. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയുവാൻ കഴിയുന്ന ഒന്നാണ്. നിങ്ങൾ നോക്കിയേ, നമ്മൾ നേരത്തെ പറഞ്ഞ ലൈഫ് ലൈൻ, അതിന്റെ തൊട്ട് മുകളിലുണ്ടായിരിക്കുന്ന ഹെഡ്ലൈൻ, ആ 2 ലൈനും കൂടി അവിടെ ഒന്ന് ചേർന്നിട്ടുണ്ട്. അത് ഒന്ന് ചേരാം, ഒന്ന് ചേരാതിരിക്കാം. നിങ്ങളത് കാര്യമാക്കണ്ട. അത് ചേർന്നിരുന്നാലും ചേർന്നിരുന്നില്ലെങ്കിലും ഇവിടെ പ്രാധാന്യം മുകളിൽ പറയുന്ന രേഖയ്ക്ക്, ആ നീല നിറത്തുള്ള രേഖയ്ക്ക് മാത്രമാണ്. മറ്റ് 2 രേഖയുടെ കിടപ്പിനോ അവരുടെ രൂപത്തിനോ ഭാവത്തിനോ പ്രത്യേകിച്ച് അർത്ഥം നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടില്ല. ആ ഏറ്റവും മുകളിൽ കാണുന്ന നീലരേഖ എന്ന് പറയുന്നത് ഹൃദയരേഖയാണ്. ആ ഹൃദയരേഖയിൽ 2ാം വിരലിന്റെ കീഴ്ഭാഗത്ത്, ശനിമണ്ഡലം എന്നൊക്കെ പറയും അതിനെ, 2ാം വിരലിന്റെ കീഴ്ഭാഗത്ത് വന്നപ്പോൾ ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്തു. ആ ബ്രാഞ്ച് ചൂണ്ട പോലെ, നമ്മൾ ചൂണ്ട കണ്ടിരിക്കുമല്ലോ, ആ ചൂണ്ടയുടെ രൂപത്തിൽ ആ ബ്രാഞ്ച് മുന്നോട്ട് പോയിട്ട് വന്നിട്ട് ശിരോരേഖയിൽ സ്പർശിച്ചിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമത്. ഹൃദയരേഖയിൽ 2ാം വിരലിന്റെ ചുവട്ടിൽ നിന്ന് ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്തിട്ട് ചൂണ്ട പോലെ വളഞ്ഞ്, അങ്ങനെ തന്നെ വരണം, അതിന്റെ ആ രൂപത്തിന് പ്രാധാന്യമുണ്ട്. ആ ചൂണ്ട പോലെ വളഞ്ഞ് ശിരോരേഖയിൽ വന്ന് തൊട്ടാൽ, തൊടുന്ന കാലഘട്ടത്തിൽ ഒടിവ്, ചതവ്, തലയ്ക്ക് മുറിവ് ഇവയെ നേരിടേണ്ടി വരും. ഒരു സംശയവും, ഏതാനൊരു സംശയവും നിങ്ങൾക്ക് അക്കാര്യത്തിൽ വേണ്ട. നിങ്ങളുടെ നാട്ടിൽ ബൈക്ക് ആക്സിഡന്റ് ആയിട്ടുള്ള ആൾക്കാരോ, തെന്നി വീണ കാലൊടിഞ്ഞതോ കൈയൊടിഞ്ഞതോ തലയ്ക്ക് പൊട്ടിയതോ ആയിട്ടുള്ള ആൾക്കാരോ ഉണ്ടെങ്കിൽ ചെന്ന് പരിശോധിച്ച് നോക്ക്. നിങ്ങൾക്ക് ഈ രേഖ ഉറപ്പായി കാണാൻ കഴിയും. അപകടത്തെ, ഹെഡ് ഇഞ്ചുറി, അപകടത്തെ സൂചിപ്പിക്കുന്ന രേഖയാണ് ഇത് കാണിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ ഇവിടെ നോക്കിയാൽ ഈ പറഞ്ഞ അടയാളം വളരെ കൃത്യമായിട്ട് കാണാം. ക്ലിയർ ആവുന്നില്ല അല്ലേ? കാണാവുന്ന നിൽക്കുക എല്ലാവർക്കും. 2ാം വിരലിന്റെ ചുവട്ടിൽ നിന്ന് ഒരു രേഖ വളഞ്ഞ് അപ്പുറത്തെ ശിരോരേഖയിൽ ചെന്ന്
ചൂണ്ട പോലെ തൊട്ടിരിക്കുകയാണ്. തൊട്ട സമയത്ത് ഞാൻ ആക്സിഡന്റിൽ പെട്ടു, എൻ്റെ കാലിൽ കമ്പി ഇട്ടിട്ടുണ്ട്. ഹെഡ് ഇഞ്ചുറി കിട്ടിയില്ലെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ ആക്സിഡന്റിൽ ഉറപ്പായിട്ട് ഞാൻ പെട്ടു. അത് ലൈഫ് ലൈനിൽ അതിൻ്റെ ഒരു വെട്ടും വന്നിട്ടുണ്ട്. ലൈഫ് ലൈനിൽ ഒരു വെട്ട് കിടന്നാൽ അംഗഭംഗം സംഭവിക്കും എന്നാണ്. ആയുർരേഖയിൽ ഒരു വെട്ട് വന്നാൽ അംഗഭംഗം സംഭവിക്കും എന്നാണ്. എനിക്ക് അംഗഭംഗം സംഭവിച്ചില്ല, പക്ഷേ എൻ്റെ വലത് കാലിൽ കമ്പി കിടക്കുന്നതുകൊണ്ട് ഒരു അംഗഭംഗം വന്നതിന് തുല്യമാണ്, ഹെഡ് ഇഞ്ചുറി തുല്യമാണ്. നിങ്ങൾക്ക് ആരുടെ കയ്യിൽ വേണോ ഹെഡ് ഇഞ്ചുറി സംഭവിച്ചിട്ടുള്ള ഏതൊരാളുടെ കയ്യിൽ വേണോ നിങ്ങൾക്ക് ഇത് നോക്കാം. ഇത് ഹെഡ് ഇഞ്ചുറിയെ സൂചിപ്പിക്കുന്ന ഒരു രേഖയാണ്. ഓക്കെ, നമ്മൾ ഇന്നൊരു പക്ഷേ ഏറ്റവും പ്രമാദമായതും ഏറെക്കുറെ ചർച്ച ചെയ്യപ്പെട്ടതുമായ ഒരു വിഷയമാണ്. ഇതും ഹാർട്ട് ലൈനാണ്. ആ ചുവന്ന രേഖയുടെ പ്രാധാന്യം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. മറ്റ് രണ്ട് രേഖകളും നിങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടില്ല. ഇപ്പോൾ ആയുർരേഖയുടെ കിടപ്പോ ആ ശിരോരേഖയുടെ കിടപ്പോ അതിൻ്റെ ഭാവം ഒന്നും നിങ്ങൾ പരിഗണിക്കേണ്ട. ആദ്യം കിടന്ന ചുവന്ന രേഖയുടെ രൂപം മാത്രം നിങ്ങൾ പരിഗണിച്ചാൽ മതി. ആ ചുവന്ന രേഖ അത് ഹൃദയരേഖ രണ്ടാം വിരലിന്റെ കീഴ്ഭാഗത്ത് വെച്ച്, അതായത് സാട്ടന്റെ കീഴെ വെച്ച് രണ്ടായി മുറിഞ്ഞു പോയിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞത് 1 വർഷത്തെ കാലാവധി എടുത്താണ്, ഏകദേശം എന്തായാലും ഒരു 8-9 മാസം മിനിമം എടുക്കും ആ ബ്രേക്കിംഗ് പൂർത്തിയാക്കുന്നത്. ബ്രേക്കിംഗ് ആരംഭിക്കുമ്പോൾ തന്നെ നമുക്ക് കണ്ടെത്താൻ കഴിയുമത്. ഇത്തരത്തിൽ ഒരാളുടെ കയ്യിൽ കാണാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം ഇമ്മീഡിയറ്റ് കാർഡിയാക് അറസ്റ്റ് വന്ന് മരണം സംഭവിക്കുന്ന ആളുടെ കയ്യിലായിരിക്കും ഈ രേഖ ഉണ്ടായിരിക്കുന്നത്. ഇമ്മീഡിയറ്റ് ഇത്തരത്തിൽ കണ്ടു കഴിഞ്ഞാൽ അയാളുടെ മരണം കഴിഞ്ഞിരിക്കും. അപ്പൊ ഇപ്പൊ ലൈവായിരിക്കുന്ന ആളുടെ കയ്യിലും അങ്ങനെ ഉണ്ടാവില്ല എന്ന് ഉറപ്പിക്കുക. ആരും തെറ്റിദ്ധരിക്കണ്ട, എന്റെ കയ്യിൽ അങ്ങനെ അല്ലേ എന്നൊരു തോന്നൽ ആർക്കും വേണ്ട. അദ്ദേഹം ചിരിക്കുന്നുണ്ടേ, അപ്പൊ അത് വേണ്ട. അപ്പൊ ഇങ്ങനെ കണ്ടാൽ, പക്ഷെ അപ്പൊ നമുക്കൊരു കാര്യമുണ്ട്. എന്താ, ഈ രേഖ ഇങ്ങനെ അഴിഞ്ഞ് വരുമ്പോൾ, ഡീഫോം ചെയ്ത് വരുമ്പോൾ കണ്ടെത്തിയാൽ ഉറപ്പായിട്ട് പ്രിക്കോഷൻസ് എടുക്കാൻ കഴിയും. അത് എങ്ങനെയാണെന്ന് രണ്ടാമത് പറയാം. മുൻകരുതൽ എടുക്കാൻ കഴിയും, അല്ലെങ്കിൽ അത് പറഞ്ഞു പോവാം. എന്താ, ഒരു കാർഡിയാക് അറസ്റ്റ് എപ്പോഴും കാരണമാകുന്നത് പ്രധാനമായിട്ടും അല്ല ബി പിയിൽ ഉണ്ടാകുന്ന വേരിയേഷൻ, കൊളസ്ട്രോൾ ലെവൽ, ബ്ലോക്ക്, ഈ തുടങ്ങിയവയാണ്. ഇങ്ങനെ ഒരാളുടെ കയ്യിൽ അഴിയാൻ തുടങ്ങിയാൽ അയാൾക്ക് ഇമ്മീഡിയറ്റ് വളരെ വേഗത്തിൽ തന്നെ ഒരു മെഡിക്കൽ ചെക്കപ്പിന് വിധേയമാകാനും അയാളുടെ ബി പി ലെവൽ, ബ്ലഡിലെ കൊളസ്ട്രോൾ ലെവൽ, പിന്നെ ഒരു എക്കോ ടെസ്റ്റും ത്രെഡ് ബില്ലും കൂടെ ചെയ്താൽ ബ്ലോക്ക് വല്ലതും ഉണ്ടോ എന്ന് നേരത്തെ കണ്ടെത്താനും, ഉണ്ടെങ്കിൽ അതിന് പരിഹാരം കാണാനും, തുടർന്ന് ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്തിയാൽ അയാൾക്ക് വീണ്ടും കുറെ അധികം കാലം കൂടെ ജീവിച്ചിരിക്കാൻ കഴിയും. കാരണം ബ്ലോക്കോ ബി പിയോ ഉണ്ടാക്കുന്ന, കൊളസ്ട്രോൾ ഉണ്ടാക്കുന്ന ആഹാരക്രമം ഉപേക്ഷിക്കുകയും കൃത്യമായിട്ട് യോഗയോ എക്സസൈസോ ഒക്കെ ചെയ്ത് മുൻകരുതൽ എടുത്തു പോയാൽ ഒരു 50-ാമത്തെ വയസ്സിൽ വരാൻ സാധ്യതയുള്ള ഒരു അറ്റാക്കിനെ ഒരു 60-ാമത്തെ 70-ാമത്തെ വയസ്സിലേക്ക് നീട്ടിക്കൊണ്ടുപോകുവാൻ, എക്സ്റ്റെൻഡ് ചെയ്യുവാൻ നമുക്ക് കഴിയും. നിങ്ങൾ നോക്കിയാൽ 1-ാമത്തെ ലൈൻ നോക്കിയാൽ മുകളിൽ അഡീഷണൽ ആയിട്ട് ഞാൻ പിക്ചർ ഇട്ടിട്ടുണ്ട്. ആ മുകളിൽ നമുക്ക് 1 എന്ന് നമ്പർ ചെയ്തൊരു പിക്ചർ ഇട്ടിട്ടുണ്ട്. ആ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. ആ ബ്രേക്ക് ചെയ്ത ലൈൻ ഓവർലാപ്പ് ചെയ്തിട്ടുണ്ട്. 1 മുകളിലോട്ട് ഓവർലാപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ രേഖ മുറിയുക മാത്രമല്ല, അത് ഓവർലാപ്പ് ചെയ്താൽ അയാൾക്ക് ഹൃദ്രോഗം വന്നിട്ട് റിക്കവറി ആയി എന്ന് പറയാം. കാർഡിയാക് അറസ്റ്റ് വന്നിട്ട് റിക്കവറി ഉണ്ടായി എന്ന് പറയാം. തൊട്ട് താഴെ 2 എന്ന് കൊടുത്തേക്കുന്നിടത്ത് നോക്കെ രേഖ 2ആയി മുറിഞ്ഞു,
കാരണം ചിലപ്പോൾ ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന ഒരാളെങ്കിലും കൗതുകത്തിൽ നോക്കുമ്പോൾ അയാളുടെ കയ്യിൽ ഹാർട്ട് ലൈൻ 2 മുറിഞ്ഞിരിക്കാം. കൗതുകത്തിൽ നോക്കിയപ്പോൾ അയാൾക്ക് ബോധ്യപ്പെട്ടു 2 മുറിഞ്ഞിട്ടുണ്ട്. അപ്പോ അയാളുടെ മരണം എപ്പോഴും അയാൾ പ്രതീക്ഷിക്കാം. ആ ടെൻഷൻ വേണ്ട. നോക്കിയേ, അതുപോലെ 2 പാരലൽ ലൈൻ അവിടെ ഉണ്ട് എങ്കിൽ ആ മുറിഞ്ഞ ഭാഗത്ത് 2 ചെറു രേഖകൾ ഇങ്ങനെ കാണുന്നു എങ്കിൽ കാർഡിയാക് അറസ്റ്റ് വന്നു, അയാൾക്ക് മരണം ഉടനെ ഇല്ല എന്ന് ഉറപ്പിക്കാം. ഗ്രാജുവലി അത് 3ാമത്തെ നിലയിലേക്ക് മാറും. ആ 2 രേഖയും കുറുകെ 2 രേഖ വന്നിട്ട് ചതുരമായി മാറും, സ്ക്വയറായി മാറും. സ്ക്വയറായി മാറുമ്പോൾ പൂർണ്ണമായ പ്രൊട്ടക്ഷൻ അയാൾക്ക് ആയിക്കഴിഞ്ഞു, മെഡിക്കൽ റിക്കവറി ഉണ്ടായിക്കഴിഞ്ഞു എന്ന് പറയാം. ഇത് കാർഡിയോളജി. കാർഡിയാക്കിന് ഞാൻ എൻ്റെ നിഗമനത്തിൽ 16 കാര്യങ്ങൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. 1, 2 അല്ല. നിംസിൽ നടത്തിയ പഠനത്തിൽ 16 കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിലേറ്റവും ചെറിയൊരു കാര്യം മാത്രമാണ് ഇപ്പൊ ഈ ക്ലാസ്സിൽ ഓപ്പൺ ചെയ്യുന്നത്. ചെറിയ കാര്യം, ഏറ്റവും ചെറിയ കാര്യം. ബാക്കി 15 കാര്യങ്ങളും ഓപ്പൺ ചെയ്യാതെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഞാൻ രഹസ്യമായിട്ട് വെച്ചൊക്കെയല്ല, അതിന്റെ പഠിക്കുന്ന കുട്ടികൾക്ക് ഞാൻ അത് കൊടുക്കാറുണ്ട്. ഇതിപ്പോ നിങ്ങൾക്ക് ഇന്ന് ക്ലാസ്സിൽ പങ്കെടുത്തവർക്ക് എന്തെങ്കിലും ഒരു പ്ലസ് വേണമല്ലോ, അങ്ങനെ കൊടുത്തൊരു പ്ലസ് ആയിട്ട് നിങ്ങൾ അത് എടുക്കുക. നോക്കിയാ 4ാമത്തെ ചിത്രം നോക്കിയേ. അതേ സ്ഥലം, ഈ സ്ഥലത്തിന് മാറ്റമില്ല കേട്ടോ. എവിടെയാ? 2ാം വിരലിന്റെ ചുവട് ഭാഗം തന്നെയാണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. അതേ സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഐലൻഡാണ് കാണുന്നതെങ്കിൽ യവം എന്നാണ് പറയുക. യവം, ഐലൻഡ്. ഇത്തരത്തിൽ കാണുന്നതിനെയാണ് ഐലൻഡ് എന്ന് പാമിസ്ട്രിയിൽ പറയാം. എങ്കിൽ നെഞ്ചുരോഗത്തിന് വിധേയനാകും. അയാളെ ചെസ്റ്റിൽ പ്രോബ്ലം ഉണ്ടാകും. ഹാർട്ടിനല്ല പ്രശ്നം, ചെസ്റ്റിനാണ് പ്രശ്നം. നെഞ്ചുരോഗം അയാൾക്കുണ്ടാകും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്തവർക്ക് ഒരു രോഗമെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് അതേ പിക്ചർ, ഇത് കണ്ട ഇത് നോക്കിയേ. ഇത് നിങ്ങളുടെ കൗതുകത്തിന് വേണ്ടിയാണ് ഞാൻ ഇന്ന് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ പറഞ്ഞ സ്വഭാവവും ആരോഗ്യ പ്രശ്നവുമായിട്ട് ഇതിന് ബന്ധമൊന്നും ഇല്ല. നിങ്ങൾക്കൊരു അക്കാഡമിക് ഇൻട്രസ്റ്റ് വരാനാണ് ഞാൻ ഈ ചിത്രം ഇന്ന് ഇവിടെ കോട്ട് ചെയ്തത്. നിങ്ങളുടെ എല്ലാവരുടെ കയ്യിലും ഈ ചിത്രം ഉണ്ടായിരിക്കും. പക്ഷെ നീല, ചുമപ്പ്, പച്ച, ഈ 3 നിറങ്ങളിൽ ഏതൊരു ഒരു നിറത്തിൽ ഒരെണ്ണം മാത്രമേ അവിടെ ഉണ്ടാവൂ. 3ഉം ഉണ്ടാകാനുള്ള സാധ്യത ഈ ക്ലാസ്സിൽ പങ്കെടുത്തിരിക്കുന്ന ആരുടെ കയ്യിലും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടായിക്കൂടായില്ല, സാധ്യത ഞാൻ കാണുന്നില്ല. അപ്പൊ അത് ആദ്യം ആ പച്ച നിറത്തിലുള്ള ആൾക്കാരൊക്കെ ലക്ലേനാണ് കേട്ടോ. ലക്ലേൻ അത് കൈയുടെ വെള്ള അവിടെ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്. നമ്മൾ പറയില്ലേ കൈയുടെ വെള്ള എന്ന് പറഞ്ഞത് ഈ ഭാഗം, ഇവിടെ ഇവിടെ. ആ കൈയുടെ വെള്ളയിൽ നിന്ന് ആരംഭിച്ച് 2ാം വിരലിന്റെ ചുവട്ടിലേക്ക് എത്തുന്ന ആ ലൈൻ ഒരു ഏറ്റവും മികച്ച ഭാഗ്യരേഖയാണ്. ഇങ്ങനെ കാണുന്നയാൾ പരസഹായത്താൽ ഉന്നതിയിലെത്തിയവരും സർക്കാർ ധനം കൈകാര്യം ചെയ്യുന്നവരും. സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഒരു ലക്ഷണമായിട്ടാണ് പഴയ പാമിസ്ട്രി എന്നെ പഠിപ്പിച്ച എൻ്റെ ഗുരു അടക്കമുള്ള ആൾക്കാർ എനിക്ക് പറഞ്ഞു തന്നത്. ഇത് കണ്ടാൽ എടാ അത് സർക്കാർ ഉദ്യോഗസ്ഥന്റെ ലക്ഷണമാണ് എന്നാണ് പറഞ്ഞത്. അദ്ദേഹം അങ്ങനെയാണ് എന്നെ പഠിപ്പിച്ചത്. പുസ്തകങ്ങൾ നിങ്ങൾ നോക്കിയാലും നിങ്ങൾക്ക് കിട്ടുന്ന അറിവ് അങ്ങനെയാണ്. പക്ഷെ ഇന്ന് ഞാൻ ഒരിക്കലും അങ്ങനെ ആർക്കും പറഞ്ഞു കൊടുക്കാറില്ല. തെറ്റാണ്. കാരണം ഇന്ന് ഗവൺമെന്റ് ജോബ് എന്ന് പറയുന്നത് കുറഞ്ഞു വരികയാണ്. സർക്കാരിൽ നിന്നൊരു ജോലി കിട്ടുക എന്ന് പറയുന്നത് വളരെ കുറവാണ്. പകരം നമുക്കത് പെർമനന്റ് ഇൻകം ഉള്ള ആൾ എന്നെടുക്കാം. അതിനേക്കാൾ നന്ന് പൊതുധനം ഉപയോഗിച്ച് ജീവിതം കരുപിടിപ്പിച്ചവർ എന്നെടുക്കാം. സർക്കാർ ധനം ഉപയോഗിച്ച് ജീവിതം കരുപിടിപ്പിച്ചവർ. ഒരു പെൺകുട്ടിയുടെ കയ്യിൽ നമ്മളിത് കണ്ടു. അയാൾക്ക് സർക്കാർ ജീവിതം ഒന്നുമില്ല. നമ്മൾ അയാളോട് പറയാ ഇയാൾക്ക് സർക്കാർ ജോലിയുണ്ട്, സർക്കാർ ധനം കിട്ടും എന്ന് പറഞ്ഞാൽ അയാൾ പറയും എണീറ്റ് പോകും ആശയം എന്ന് പറയും. ഞാൻ പ്രാഥമിക വിദ്യാഭ്യാസം പോലും പൂർത്തീകരിച്ചില്ല, ഞാൻ PSC ടെസ്റ്റ് എഴുതിയിട്ടില്ല, എനിക്ക് സർക്കാർ ധനം കിട്ടില്ല.
വാർദ്ധക്യകാല പെൻഷൻ പിന്നീട് കിട്ടുമായിരിക്കും അയാൾക്ക്. പക്ഷെ അതല്ലല്ലോ ഇവിടെ. നമ്മൾ അയാളെ ഒന്ന് അന്വേഷിച്ചാൽ മനസ്സിലാകും, അയാളുടെ വിവാഹം നടത്തിയത് അച്ഛൻ റിട്ടയർ ചെയ്തപ്പോൾ കിട്ടിയ ഗ്രാറ്റുവിറ്റിയും PF ഫണ്ടും ഒക്കെ കൊണ്ടാണ് അയാളുടെ വിവാഹം നടത്തിയതെന്ന് മനസ്സിലാക്കാം. അപ്പൊ ഈ വിധത്തിലേക്ക് കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ സ്റ്റേറ്റ്മെന്റ് മാറ്റിയെടുക്കണം. സർക്കാർ ധനം അയാൾക്ക് അയാളുടെ ജീവിതം കരുപിടിപ്പിക്കാൻ ഗുണപ്രദമായി എന്ന് നമ്മൾ എടുക്കണം. പിന്നെ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് കൂടെ ഉണ്ട്, പരസഹായം കൊണ്ട് ഉന്നതിയിലെത്തിയവർക്ക് ഇതുണ്ടാകുമെന്നാണ്. പരസഹായം എന്ന് പറഞ്ഞാൽ അയാളിപ്പോ ഒരു ബിസിനസ് ചെയ്യാൻ പോകുന്നു, ലോണ് നിൽക്കാൻ വഴിയിലാക്കുമ്പോൾ അയാളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും കുറെ ധനം അയാൾക്ക് കൊടുക്കുക, പലിശയ്ക്കായിരുന്നാലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിധത്തിൽ കൊടുത്ത് അതുകൊണ്ട് അയാൾ ഒരു ബിസിനസ് ചെയ്താൽ ഉന്നതിയിലെത്തിയാൽ അത് പരസഹായത്താൽ ഉന്നതിയിലെത്തിയ ആൾക്കാരാണ്. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാരുടെ കയ്യിലാണ് ഇങ്ങനൊരു രേഖ കാണുക. ആ രണ്ടാമത്തെ രേഖ നോക്കിയേ, ചുവന്നത്. അത് സ്റ്റാർട്ട് ചെയ്തേക്കുന്ന സ്ഥലത്തിനാണ് പ്രാധാന്യം. എവിടെ അവസാനിച്ചു എന്നുള്ളത് നിങ്ങൾ എടുക്കണ്ട, അത് ഞാൻ പിന്നീട് പറയാം. സ്റ്റാർട്ട് ചെയ്തേക്കുന്ന കൈയുടെ മധ്യഭാഗത്തു നിന്നാണ്. ഈ ക്ലാസ്സിൽ പങ്കെടുത്തിരിക്കുന്നതിൽ കുറഞ്ഞത് 2 പേരുടെ കയ്യിലെങ്കിലും കൈയുടെ മധ്യഭാഗത്ത് നിന്ന് രേഖ പുറപ്പെട്ടവരായിരിക്കും. 2 പേർക്കെങ്കിലും അതുണ്ടായിരിക്കും. എന്തെന്ന് കേട്ടാൽ ഒരു 20-22 വയസ്സ് വരെ ഇങ്ങനൊരു വ്യക്തി സമൂഹത്തിൽ ജീവിച്ചിരുന്നു എന്ന് ബന്ധുക്കളോ പൊതുസമൂഹമോ അംഗീകരിച്ചിട്ടില്ല. സമൂഹത്തിന്റെ ദൃഷ്ടിയിൽപ്പെടാതെ ജീവിച്ചു പോയ ഒരു മനുഷ്യനായിരിക്കുകയാണ്. ശൂന്യതയിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാക്കി 22 വയസ്സിന് ശേഷം സാമ്പത്തികമായും സാമൂഹ്യമായിട്ടുള്ള ജീവിത പുരോഗതി കൈവരിച്ച ആളിന്റെ കൈയുടെ മധ്യഭാഗത്ത് നിന്ന് ഇതുപോലെ ഭാഗ്യരേഖ പുറപ്പെടും എന്ന് പറഞ്ഞാൽ അവരുടെ പാരമ്പര്യമായിട്ട് സ്വത്തുവകകളുടെ അർഹനായിട്ടുള്ള ആളല്ല അയാൾ. അയാൾ നേടിയതെല്ലാം അയാളുടെ സ്വന്തം അധ്വാനം കൊണ്ട് 22 വയസ്സിന് ശേഷം. എന്നാൽ അടുത്തൊന്ന് വരച്ചേക്കുന്ന ഇവിടുന്ന് ലൈഫ് ലൈനിൽ നിന്നാണ് ലക്ക് ലൈൻ. ആ നീല ലൈൻ ശ്രദ്ധിച്ചു നോക്കിയേ, നീല ലൈൻ ലൈഫ് ലൈൻ നിന്ന് ലക്ക് ലൈൻ തുടങ്ങിയിരിക്കും. ഒരിക്കലും കൊടുത്ത് തൃപ്തി വരുത്തുവാൻ കഴിയാത്ത ഒരാളുടെ കൈയാണ് ഇങ്ങനെ കാണുന്നത്. ഈ ക്ലാസ് ഇരിക്കുന്ന ആരുടെയെങ്കിലും കയ്യിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ദൈവം എന്നെ ഇപ്പൊ ശപിക്കരുത്, ഞാനൊന്ന് പറഞ്ഞു തീർന്നോട്ടെ, പറഞ്ഞു തീർന്നിട്ട് നിഗമനത്തിലെത്താം. ഒരാളിന് പോലും ഇയാളെ കൊടുത്ത് തൃപ്തിപ്പെടുത്തുവാൻ കഴിയുകയില്ല. എന്ന് പറഞ്ഞാൽ ആർത്തി പിടിച്ചൊരാൾ എന്ന് നിങ്ങൾ എടുക്കരുത്. ഇപ്പൊ കൊടുത്ത് തൃപ്തിപ്പെടുത്താൻ കഴിയുകയില്ല എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലെത്തുന്നത് ഒരു ആർത്തി പണ്ടാരം എന്നൊക്കെ നമ്മൾ എത്തും. ഇങ്ങനെയൊക്കെ കൊണ്ട് ആൾക്കാർ നമ്മൾ ധരിക്കും. അങ്ങനെയല്ല. അവരുടെ സ്വന്തം വിയർപ്പ് കൊണ്ട് സ്വന്തം അധ്വാനം കൊണ്ട് അവർ നേടിയെടുക്കുന്നതിനല്ലാതെ മറ്റൊന്നിനും അവർ പ്രാധാന്യം കൊടുക്കില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആൾക്കാരെ സമൂഹത്തിൽ കാണാൻ കഴിയും. ഇപ്പോ വിവാഹം കഴിയുമ്പോൾ ചിലപ്പോൾ അമ്മാവിയപ്പന്റെ വീട്ടിന് കാറ് കൊടുക്കും. അത് വലിയ പോഷ് കാറായിരിക്കും കൊടുക്കുന്നത്. പക്ഷെ അയാളുടെ യാത്ര എപ്പോഴും അയാൾ വാങ്ങിയ ഹീറോ ഹോണ്ടയിലായിരിക്കും. ആ അമ്മാവിയപ്പൻ കൊടുത്ത കാറൊന്നും അയാൾ വലുതായിട്ട് എടുക്കില്ല. അയാളുടെ സ്വന്തം പൈസ കൊടുത്ത് വാങ്ങിയ ഹീറോ ഹോണ്ടയ്ക്ക് ഭയങ്കര പ്രാധാന്യമായിരിക്കും. ഒരു സൈക്കിളാണ് അദ്ദേഹം വാങ്ങിയത്, ആ സൈക്കിളിന് ഭയങ്കര പ്രാധാന്യമായിരിക്കും, ബൈക്കിനല്ല. എന്ന് വെച്ചാൽ സ്വന്തം അധ്വാനം കൊണ്ട് നേടിയെടുത്തതിന് കൊടുക്കുന്ന പ്രാധാന്യം ഒരിക്കലും അന്യൻ ഔദാര്യമായി കൊടുക്കുന്നതിനോട് അയാൾ കാണിക്കില്ല. അപ്പൊ ഔദാര്യം കിട്ടുന്നതിന് അയാൾക്ക് ഒരു താല്പര്യവും ഇല്ലാത്ത മനുഷ്യനായിരിക്കും. ഏറ്റവും ഉത്തമനായ മനുഷ്യനാണേ. ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ തിരിച്ചു പറഞ്ഞെങ്കിലും അയാളെ നല്ല ആളായിട്ട് തന്നെ നിങ്ങൾ കാണുകയും വേണം. ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാം, ശ്രദ്ധിക്കുക. ശനി എന്ന് പറഞ്ഞില്ലേ, രണ്ടാമത്തെ വിരലിന്റെ ചുവട് ഭാഗത്ത് ഭാഗ്യരേഖ എത്താത്തയാൾ ആരായിരുന്നാലും ദയവ് ചെയ്ത് നിങ്ങൾ കൈ കണ്ട് നിഗമനത്തിൽ എത്തരുത്. ഇതെന്റെ അഭ്യർത്ഥനയാണ്. ഒരു കാരണവശാലും നിങ്ങൾ എത്തുന്ന നിഗമനം ശരിയായിരിക്കണം എന്നില്ല. ആ ശനി എന്ന് പറയുന്ന രണ്ടാം വിരലിന്റെ ചുവട്ടിൽ ഭാഗ്യരേഖ എത്താത്ത ആൾ
ആരെങ്കിലും ഈ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ അറിയുക, നിങ്ങളുടെ വാർദ്ധക്യത്തിൽ നിങ്ങൾക്ക് ധനപരമായ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ഒരുപക്ഷെ ഇപ്പൊ ഈ ക്ലാസ് കേട്ടിരിക്കുന്നയാൾ അയാളുടെ കൈ നോക്കിയപ്പോൾ അയാളുടെ കയ്യിൽ ധനപരമായ ആ ഭാഗ്യരേഖ അയാളുടെ ശനി മണ്ഡലത്തിൽ എത്തിയിട്ടില്ല. കോടികൾ ബാങ്കിൽ ബാലൻസ് ഉള്ള ആളാണ്. അത് എനിക്കാണോടോ വരുന്നത് എന്ന് അദ്ദേഹം പുച്ഛത്തോടെ എന്നെ ഓർമ്മിക്കുക. ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന് ഒരു തെറ്റുമില്ല. ആ രേഖ ഇപ്പൊ ഈ വരച്ചിരിക്കുന്ന 3 രേഖ പോലെ വരണമെന്നില്ല, താഴെ നിന്ന് മുകളിലേക്ക് വരണമെന്നില്ല. ആ ശനിയിൽ മാത്രം കിടക്കുന്ന ഒരു രേഖയായാൽ മതി. ശനിയിൽ കിടക്കുന്ന മാത്രം രേഖ, അവിടെ മാത്രം ഉണ്ടായിരിക്കുന്ന രേഖ. കൈ ആയുർരേഖയിൽ വരണമെന്നില്ല, ശിരോരേഖയിൽ വരണമെന്നില്ല, കൈയുടെ ഉള്ളം കൈയിൽ വരണമെന്നില്ല. ഹൃദയരേഖയ്ക്ക് മുകളിൽ ആ മണ്ഡലത്തിൽ കാണുന്ന ഒരു കൊച്ചു രേഖയായാലും മതി കേട്ടോ. ഹൃദയരേഖയ്ക്ക് മുകളിൽ ശനി മണ്ഡലത്തിൽ കാണുന്ന ഒരു കൊച്ചു രേഖയായാലും മതി. ആ രേഖ ഉണ്ടാകണം. ഉണ്ടാകാത്ത ആരെങ്കിലും ഇപ്പൊ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഞാൻ ഇനി പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. വാർദ്ധക്യത്തിൽ ധനപരമായ വൈഷമ്യം ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങളുടെ സ്വത്ത് വകകൾ ഒരു കാരണവശാലും മക്കൾക്ക് നേരത്തെ എഴുതി കൊടുക്കരുത്. ഒരു കാരണവശാലും എഴുതി കൊടുക്കരുത്. എഴുതി കൊടുത്താൽ പിന്നെ നിങ്ങൾ അവരുടെ മുമ്പിൽ കൈനീട്ടി നിൽക്കേണ്ടി വരും. ഒരു സംശയമില്ല. അവർ നിങ്ങളോട് പറയും, ഞാൻ ഒരാൾ മാത്രമല്ലേ ഉള്ളൂ, അല്ലെ ഞങ്ങൾ 2 മക്കൾ മാത്രമല്ലേ ഉള്ളൂ അച്ഛാ, ഞങ്ങൾക്കത് വീതിച്ചു തന്നാൽ ഞങ്ങൾ അച്ഛനെ രണ്ടുപേരും നോക്കില്ലേ, ഞങ്ങൾ ഇപ്പം നോക്കുന്നില്ലേ എന്നൊക്കെ അവർ പറയും. ചെറുകുട്ടിയുടെ അഡ്മിഷനാണ്, ചെറുകുട്ടിയുടെ കല്യാണമാണ്, ബാങ്കിൽ കിടക്കുന്ന ഈ പണം അവിടെ കിടന്നാൽ എന്ത് ഉപയോഗം, അവരുടെ അടുത്ത് തന്നൂടെ എന്നൊക്കെ ചോദിച്ച് നിങ്ങളെ അവര് പ്രകോപിപ്പിക്കാൻ എത്രമാത്രം കഴിയും അത്രയും ചെയ്യും. ഇനി എന്തൊക്കെ തന്നെ പ്രകോപനം ഉണ്ടായാലും ആ പണം എടുക്കരുത്, ആ സ്വത്ത് പങ്കുവെച്ച് കൊടുക്കരുത്. പല ആൾക്കാരും റിട്ടയർമെന്റ് കഴിയുമ്പോൾ പറയും, ഞാനെല്ലാം പിള്ളേരുടെ പേര് എഴുതി കൊടുത്തു, എനിക്ക് എന്തിനാണ് ഇത്. അവരൊക്കെ തന്നെയാണ് ഇന്ന് വൃദ്ധസദനത്തിൽ കിടക്കുന്നത്. ഒരു സംശയം വേണ്ട. വീട്ടിന് സ്വത്ത് എഴുതി വാങ്ങിയിട്ട് അടിച്ചിറക്കി കളയുന്നവരുടെ കഥകൾ നമ്മൾ പത്രത്തിൽ കാണാറുണ്ട്, TV-യിൽ കാണാറുണ്ട്. വൃദ്ധസദനത്തിൽ കൊണ്ട് പടിതള്ളുന്നവരുമുണ്ട്. അവരുടെയൊക്കെ കൈ പിടിച്ചു നോക്കിയാൽ ഇത് ഉറപ്പായിട്ടുണ്ടായിരിക്കും. വൃദ്ധസദനത്തിൽ കിടക്കുന്ന ഒരു പിടി ആൾക്കാര് വളരെയധികം സ്വത്തിന്റെ ഉടമകളായത് മക്കൾക്ക് പങ്കുവെച്ചു കൊടുത്തവരാണ്. അതുകൊണ്ട് ഈ ക്ലാസ്സിൽ ഇപ്പോൾ ഇരിക്കുന്ന ആരുടെയെങ്കിലും കയ്യിൽ ഭാഗ്യരേഖ സാറ്റൻ മണ്ഡലത്തിൽ ഇല്ല എങ്കിൽ പറയുക, ഒന്നുകൂടെ ഓർമ്മിക്കുക, ആ രേഖയ്ക്ക് വലിയ നീളം ഉണ്ടാവണമെന്നില്ല, താഴ്ന്ന് മുകളിലേക്ക് വരണമെന്നില്ല, ആ മണ്ഡലത്തിൽ മാത്രം കാണുന്ന രേഖയായാലും മതി. അതുണ്ടായിരുന്നാൽ വാർദ്ധക്യം ധനപരമായ വൈഷമ്യം ഉണ്ടാകില്ല. അപ്പോൾ നിങ്ങൾ കേൾക്കാം, അതാണ് വിധിയെങ്കിൽ അനുഭവിക്കണ്ടേ എന്ന് ചോദിക്കാം. തീർച്ചയായിട്ടും കൈയുടെ മുകളിൽ അങ്ങനെ രേഖയില്ല, ഞാൻ എൻ്റെ ബാങ്കിൽ കിടക്കുന്ന ഒരു 40 ലക്ഷം രൂപ ഞാൻ മക്കൾക്കാക്കും പങ്കുവെക്കാം, ഞാൻ സൂക്ഷിക്കാം. അപ്പോൾ പിന്നെ ഈ വിധി വരില്ലേ എന്ന് കേട്ടാൽ അനുഭവം വരും. നിങ്ങൾക്ക് എന്താ കാര്യം? മക്കൾ നിങ്ങളെ ശല്യപ്പെടുത്തുന്നതിന്റെ മാക്സിമം ആയിരിക്കും. മരുമക്കളും ചെറുമക്കളും പറയും, വയസ്സായിട്ടും പണത്തോടുള്ള മോഹം മാറാതെ പിടിച്ചു കെട്ടിക്കൊണ്ടിരിക്കുകയാണ്, ചാവുമ്പോൾ കൊണ്ടുപോകാൻ എന്നൊക്കെ പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്യേണ്ട മാക്സിമം അവർ ഇറിറ്റേറ്റ് ചെയ്യും. പക്ഷെ നിങ്ങൾ വഴങ്ങി കൊടുക്കരുത്. പറഞ്ഞാൽ മനസ്സിലായല്ലോ. പിന്നെ ഈ പണം എടുക്കാൻ അവർ നിങ്ങളെ അനുവദിക്കുകയില്ല കേട്ടോ. അങ്ങനെയും ഒരു കുഴപ്പമുണ്ട്. പകരം നിങ്ങളുടെ ആവശ്യം എന്താണോ അതെല്ലാം അവർ ചെയ്തു തരും. അപ്പൊ ഈ പണം അവിടെ കിടക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഗുണമൊന്നും ഉണ്ടാകില്ല. കാരണം ആ പണത്തിൽ വിഡ്രോ ചെയ്യാൻ അവർ അനുവദിക്കില്ല. പകരം നിങ്ങൾക്ക് ഒരു ഹോസ്പിറ്റൽ ആവശ്യം എന്ന് പറഞ്ഞാൽ മക്കൾ അപ്പോൾ കൊണ്ടുപോയിക്കോളും. നിങ്ങൾക്കൊരു സാധനം വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങളെ കൊണ്ടുപോയിക്കോളും. ആ പണം എടുക്കാൻ അവർ അനുവദിക്കില്ല. പക്ഷേ നമുക്കുള്ള ഗുണം, നമ്മുടെ ആവശ്യം പറഞ്ഞാൽ അപ്പോൾ അവർ അത് നടത്തിത്തരും എന്നുള്ള ഗുണം. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത മുഴുവൻ ആൾക്കാരും ഈ ഒരു കാര്യം ഓർമ്മിക്കുക. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞു തരാം. ഈ ഭാഗ്യരേഖയുടെ ചുവട് ഭാഗം, ചുവടെന്ന് പറഞ്ഞാൽ ആരംഭം, തുടങ്ങുന്ന ഭാഗം, ഈ കൈയുടെ മധ്യഭാഗത്തു നിന്നാവാം, ഈ ചന്ദ്രമണ്ഡലത്തിൽ നിന്നാവാം, എവിടെന്നായാലും അവിടെ രേഖ മങ്ങിക്കിടക്കുകയും അത് കഴിഞ്ഞ് രേഖയ്ക്ക് തെളിവും ഉണ്ടായിരുന്നാൽ, രേഖയുടെ ആരംഭം മങ്ങിക്കിടക്കുക, അത് കഴിഞ്ഞ് രേഖയ്ക്ക് തെളിവുണ്ടാകുക, കുറേ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്.
ആ സ്റ്റേറ്റ്മെന്റുകളെല്ലാം ഓർമ്മിച്ച് കേൾക്കുക. ഈ ശാസ്ത്രം പഠിക്കുന്നവർക്കുള്ള കുഴപ്പം, ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ടാൽ അത് തന്നെ കാണാതെ പഠിച്ചു വെച്ചേക്കും. ഇതിന് കുറെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഒന്ന്, വിദേശവാസം ഫലം. ഭാഗ്യരേഖയുടെ ചുവട് ഭാഗം മങ്ങിപ്പോയാൽ, നിറം കുറഞ്ഞു പോയാൽ വിദേശവാസ ഫലം, നാട് വിട്ടു പോകാം. ആരെങ്കിലും ഗൾഫിലേക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നോക്കുക, ഇതുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പറയാം സ്ഥലം വിട്ടോ എന്ന് പറയാം. ഇവിടെ നിൽക്കണ്ട, നീ സ്ഥലം വിട്ടോ എന്ന് ഉറപ്പായിട്ട് പറയാം. അയാൾ നേട്ടം ഉണ്ടാക്കോ ഇല്ല എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. ഗൾഫിൽ പോയാൽ നേട്ടം ഉണ്ടാക്കോ ഇല്ലേ, പക്ഷെ ഗൾഫിൽ പോകാൻ വിധിയുണ്ടോ എന്ന് കേട്ടാൽ നമുക്ക് ഉറപ്പായിട്ട് പറയാം നിനക്ക് വിദേശത്ത് പോകാൻ വിധിയുണ്ട്. 2, സഹപ്രവർത്തകരെ കൊണ്ട്, പ്രത്യേകിച്ച് സ്ത്രീ ജനങ്ങളെ കൊണ്ട് ധനനഷ്ടമുണ്ടാകും. സ്ത്രീ ജനങ്ങളെ കൊണ്ട് ധനനഷ്ടമുണ്ടാകും. അത് അമ്മയെ കൊണ്ടുണ്ടായാലും മതി, ഭാര്യയെ കൊണ്ടുണ്ടായാലും മതി. അമ്മയെ കൊണ്ടോ ഭാര്യയെ കൊണ്ടോ ധനനഷ്ടം സംഭവിക്കും. അപ്പോ അവര് മോഷ്ടിച്ചു എന്നല്ല. ഇപ്പോ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഭാര്യ ഒരു ബന്ധുവിന് ഒരു അല്പം സ്വർണ്ണം കൊടുത്തു തിരിച്ചു തരാമെന്നുള്ള വാക്കിന്മേൽ കൊടുത്തതായിരിക്കും. പക്ഷെ ആ സ്വർണ്ണം അവർ തിരിച്ചു കൊടുക്കില്ല. മനസ്സിലായല്ലോ? ആ സ്വർണ്ണം അവർ തിരിച്ചു കൊടുക്കില്ല. അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ വായ്പ എടുത്തു കൊടുക്കും, ആ വായ്പ അവർ തിരിച്ചു കൊടുക്കില്ല. എന്തായാലും സ്ത്രീകളെ കൊണ്ട് ധനനഷ്ടമുണ്ടാകും. അടുത്ത സ്റ്റേറ്റ്മെന്റ്, തന്റെ കീഴ് ജീവനക്കാരെ കൊണ്ട് ധനനഷ്ടമുണ്ടാകും. ഇപ്പൊ ഒരു ബിസിനസ് ചെയ്യുന്ന ആള്, അയാളെ കടയിൽ വിശ്വസിച്ച ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട്, അയാൾ വളരെ വിശ്വസ്തനായിരിക്കും, പക്ഷെ അവർ ധനനഷ്ടം ഉണ്ടാക്കും, പണം മോഷ്ടിക്കും. ഇപ്പൊ കാശ് എടുത്തോണ്ട് പോകണമെന്നില്ല, സാധനം എടുത്ത ആൾക്കാർക്ക് വെറുതെ കൊടുക്കാം, കടം കൊടുക്കാം, കണക്കിൽ കാണില്ല. ഇപ്പൊ പറ്റിക്കും, ചതിക്കപ്പെടും. ഒറ്റ വാക്കിൽ പറയാം, ചതിക്കപ്പെടും. തീർന്നില്ല, ഇരുട്ടടി, പോക്കറ്റടി ഇവയ്ക്ക് വിധേയമാക്കും. ചില ആൾക്കാർ പറയില്ലേ, പോക്കറ്റ് അടിച്ചു പോയെന്നൊക്കെ പറയാറില്ലേ ബസിക്ക്, അതുപോലെ പോക്കറ്റടിക്ക്, ഇരുട്ടടി. ഇരുട്ടടി എന്ന് എന്താ പറയാ, വഴിയെ പോവുക, നമ്മൾ ഇരുട്ടത്തോടെ കൂടെ എവിടെയെങ്കിലും പോവുക, വേറൊരാളിനെ കാത്തിരുന്നപ്പോൾ നമ്മളായിരിക്കും ചെന്ന് കയറി അടി നമുക്ക് കിട്ടും. പിന്നീടാ മനസ്സിലെന്ന് ആള് മാറി തല്ലി എന്നൊക്കെ നമ്മൾ പത്രത്തിൽ വായിക്കാറില്ലേ, ആള് മാറി തല്ലു കൊടുത്തതൊക്കെ കേൾക്കാറില്ലേ. അത് ഇരുട്ടടി, പോക്കറ്റടി എന്നിവയ്ക്ക് വിധേയനാകും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പ്ലാന്റ് ട്രാപ്പിൽ പെട്ടുപോകും. ഈ 5 സ്റ്റേറ്റ്മെന്റുകളിൽ ഒരെണ്ണം ഈ ആളിന് ബാധകമാണ്. അപ്പൊ ഇതാണ് ഫാർമസിസ്റ്റ് പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യം ഒന്നാണ്, പക്ഷെ അതിന് എക്സ്പ്ലനേഷൻ വ്യത്യസ്ത തരത്തിലായിരിക്കും. ഇതൊന്ന് ശ്രദ്ധിക്കാം. ഇത് നോക്കിയേ, നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെയൊന്നും കാണില്ല കേട്ടോ, കയ്യിലിതൊന്നും കാണില്ല. ചുവന്ന രേഖ എന്ന് പറയുന്നത് ആയുർരേഖയാണ്. അത് ആരംഭിക്കുന്നിടത്ത് ഒരു നീല പിക്ചർ കാണുന്നുണ്ട്, റൗണ്ട് ആയിട്ട്, അല്ലേ? എന്ന് പറഞ്ഞാൽ തായ് വിരലിന്റെ പെരുവിരലിന്റെ ചൂട് ഭാഗമായിട്ട് പറയാം. നിങ്ങളിപ്പോ എൻ്റെ കയ്യിലൊന്ന് നോക്കിയാൽ, നിങ്ങൾ നോക്കിയേ, ഞാൻ പെരുവിരൽ ചൂണ്ടി കാണിച്ചിരിക്കുന്ന ഇവിടെ, ഈ കാണുന്ന ഞാൻ ഇപ്പൊ തൊട്ട് കാണിച്ച ഈ ഭാഗം ഇവിടെ, ഇതിവിടെ കണ്ടോ? കൈ ഇങ്ങനെ മടക്കുമ്പോൾ, ഇതിങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ ഇവിടെ ഒരു ചെറിയ പ്രൊജക്ഷൻ, ഒരു മാംസം അല്പം പ്രൊജക്റ്റഡ് ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന എല്ലാവർക്കും നോക്കാവുന്നതാണ്. ഉറപ്പായിട്ട് അവർക്ക് കൊളസ്ട്രോളിന്റെ പ്രശ്നം, പ്രത്യേകിച്ച് ട്രൈഗ്ലിസറൈഡ്സ് കൂടുതലായിരിക്കും, കൊളസ്ട്രോൾ കൂടുതലായിരിക്കും. ചിലപ്പോ ആയിരിക്കാം, ഇപ്പൊ നോക്കുമ്പോൾ ഇല്ല, പക്ഷേ അവർ മാർജിനിൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. കൊളസ്ട്രോൾ കൂടാം, BP-യിൽ വേരിയേഷനും വരാം, ബ്ലഡ് പ്രഷർ വരാം. അത് കുറയുകയും ചെയ്യാം, കൂടുകയും ചെയ്യാം. കൂടാനാണ് സാധ്യത കൂടുതൽ. ഇത് കാണിച്ചേക്കുന്ന ഞാൻ കൊളസ്ട്രോളിന് മെഡിസിൻ കഴിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 10 വർഷത്തിലധികമായി, 15 വർഷത്തിലധികമായി. ഇത് കണ്ടിട്ടാണ് ഞാൻ ചെക്ക് ചെയ്തത്. ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ
നിങ്ങൾ എന്നെ ഇപ്പൊ ഫിസിക്കലി നേരിട്ട് കണ്ടാൽ, ഇപ്പൊ ഈ നിങ്ങളിപ്പോ ഇതിനിപ്പോ കാണുമ്പോൾ പോലെയല്ല, ഞാൻ വളരെ മെലിഞ്ഞ ഒരാളാണ്. കൊളസ്ട്രോളിന് ഒരു സാധ്യതയുള്ള ആളല്ല. പക്ഷേ കൊളസ്ട്രോൾ ഉണ്ട്, ഞാൻ മെഡിസിൻ കഴിക്കുന്നു. അപ്പോൾ ഇന്ന് ഈ ക്ലാസ്സിൽ പങ്കെടുത്ത് ആൾക്കാർക്ക് ഒരറിവായി തന്നെ അതെടുക്കുക. മറ്റൊന്ന്, ആ ചിത്രത്തിലെ ആ ഒരു ബ്രൗൺ നിറത്തിൽ വരച്ചേക്കുന്ന ഭാഗം കണ്ടേ, 8 എന്ന് മാർക്ക് ചെയ്തേക്കുന്ന ആ തൊട്ടടുത്ത ഭാഗം എന്ന് പറഞ്ഞാൽ ഈ കൈയുടെ ഈ ഭാഗം, ഇവിടെ ഈ കൈയുടെ ഈ ഭാഗം, കൈ വെള്ളയോട് ചേർന്നിരിക്കുന്ന ആ ഭാഗം. ഡയബറ്റിക് വരുന്ന ആൾക്കാരുടെ ഭാഗത്ത് ആ ഭാഗത്തിന്റെ പ്രൊജക്ഷൻ വ്യത്യസ്തത ഉണ്ടായിരിക്കും. ഒരാളിന് ഡയബറ്റിക് പ്രോബ്ലം ഉണ്ട് എങ്കിൽ ആ ഭാഗത്തെ പ്രൊജക്ഷൻ, അവിടെ പ്രൊജക്റ്റഡ് ആണ്, ആ പ്രൊജക്ഷന് വേരിയേഷൻ വരും. മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് അവിടെ വേരിയേഷൻ ഉണ്ടാവും. നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ തടവി നോക്കുമ്പോൾ തന്നെ നമുക്ക് വേഗത്തിൽ കണ്ടെത്താൻ കഴിയും. അതിന്റെ നേരെ എതിർ സൈഡിൽ ഒരു ബ്രൗൺ നിറത്തിൽ വരച്ചേക്കുന്നത് കണ്ടല്ലോ, അത് നേരെ തിരിച്ച് ആ ഭാഗത്താണ് പ്രൊജക്ഷൻ വരുന്നത് എങ്കിൽ കിഡ്നി റിലേറ്റഡ് പ്രോബ്ലംസ് അയാൾക്ക് ഉറപ്പായിട്ട് വരും. യൂറിനോ ട്രാക്കുമായി ബന്ധപ്പെട്ട് കിഡ്നി, യൂറിനറി ബ്ലാഡർ, ആ ഇങ്ങോട്ട് വരുന്ന കിഡ്നി ട്രാക്കുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രോബ്ലം, യൂറിനറി ഇൻഫെക്ഷനോ സ്റ്റോണോ കിഡ്നി പ്രോബ്ലമോ, ഇതേതെങ്കിലും ഒന്ന് അയാളെ ഉറപ്പായിട്ട് അഫക്റ്റ് ചെയ്തിരിക്കും. ഒരു സംശയം കാര്യത്തിൽ വേണ്ട. കേട്ടില്ല? വയലറ്റ് കളർ വരച്ചേക്കുന്ന ആ ഭാഗത്താണ് ആ പ്രൊജക്ഷൻ വരുന്നതെങ്കിൽ അത് ഒന്നിൽ സ്റ്റോൺ ആകാം, അല്ലെങ്കിൽ യൂറിൻ ബ്ലാഡറിന്റെ പ്രോബ്ലം ആയിരിക്കാം, പ്രോസ്റ്റേറ്റ് ആവാം, കിഡ്നി പ്രശ്നമാകാം, അതിലേത് വേണോ അതാണ്. ഇനി മറ്റൊന്ന് ഞാൻ വരച്ചേക്കുന്ന 1-ാം വിരലിന്റെ മധ്യഭാഗമാണ്. അതിനെ പറയുന്നത്, അവിടെ പറയുന്നത് ജൂപ്പിറ്റർ എന്നാ പറയാ, വ്യാഴൻ. ആ മധ്യഭാഗം പ്രൊജക്റ്റ് ചെയ്തിരിക്കുക. നമ്മൾ കൈയുടെ പുറത്ത് ഇങ്ങനെ നമ്മളിങ്ങനെ തടവി നോക്കുമ്പോൾ ഒന്ന് പ്രൊജക്റ്റഡ് ആയിട്ടാണ്, മധ്യഭാഗം പ്രൊജക്റ്റഡ് ആണ് വരുന്നതെങ്കിൽ അഹങ്കാരികളാണ് കേട്ടോ. ഭയങ്കര ഈഗോ ഉള്ള ആളും അഹങ്കാരികളുമായിരിക്കും. ആരായിരുന്നാലും മധ്യഭാഗം ഉയർന്നാണ് ഇരിക്കുന്നതെങ്കിൽ വളരെ ഈഗോ ഉള്ള ആളും അഹങ്കാരികളുമായിരിക്കും. പക്ഷെ അത് പറയാൻ വേണ്ടി അല്ല ഞാൻ ആ ചിത്രം മാർക്ക് ചെയ്യിച്ചത്. അവർക്ക് ഈ നോസ്, ത്രോട്ട്, ലങ്സ്, റെസ്പിറേറ്ററി സിസ്റ്റത്തിന് പ്രോബ്ലം ഉണ്ടായിരിക്കും. നോസ്, ത്രോട്ട്, ലങ്സ്, റെസ്പിറേറ്ററി സിസ്റ്റത്തിന് പ്രോബ്ലം ഉണ്ടായിരിക്കും. ഒന്നുകിൽ വിട്ടുമാറാത്ത ജലദോഷം, അല്ലെങ്കിൽ മൂക്കിലൂടെ ഒരു വളവ്, വെന്റ്, അല്ലെങ്കിൽ ത്രോട്ടിന് ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ വീഷിംഗ്, ആസ്മാറ്റിക്. ഈ നോസ്, ത്രോട്ട്, ലങ്സ് അവർക്ക് പ്രോബ്ലം ആയിരിക്കും. ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ്, നിങ്ങൾക്ക് വേഗത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ചെറിയ കാര്യങ്ങളാണ്. തിരിച്ചിട്ടെ അതിനകത്തൊരു യെല്ലോ കളർ മാർക്ക് ചെയ്തൊക്കെ ഒന്നോ നമ്മള് സന്ദീപ് ജി ഇത്രയും കാര്യമായിട്ട് സഞ്ജീവ് ജി നോക്കുന്നു ഞാൻ വിചാരിച്ചില്ല. അത് ഞാനും ശ്രദ്ധിച്ചില്ല. യെസ് അത് നമ്മുടെ ഈ ലാസ്റ്റ് ഫിംഗർ, മെർക്കുറി ഫിംഗറിന്റെ ചുവട് ഭാഗമാണ്. അത് ബുധൻ എന്നാണ് നമ്മൾ പറയാ. അത് പ്രൊജക്ട് ചെയ്തിരിക്കുന്നതാണ് വാദം, പിത്തം, കഫം. കല്ലിച്ചിരിക്കുന്നവരുണ്ട്, അത് ഫലം വേറെയാണ്. ഇത് കല്ലിച്ചല്ല, സോഫ്റ്റായി പൊങ്ങിയിരിക്കുന്ന ആൾ, അതാണ് ഇതിന്റെ ഡിഫറൻസ് ഉണ്ട്. ഒന്ന് കല്ലിച്ചിരിക്കുക, അതും പ്രൊജക്ട് ചെയ്തിരിക്കും. സോഫ്റ്റായി പ്രൊജക്ട് ചെയ്തിരിക്കും. അത് തൊട്ടു നോക്കിയത് അറിയണം. അത് നന്നായിട്ട് പ്രൊജക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ വാദം, പിത്തം, കഫം അതുള്ള ആൾക്കാരും, പ്രത്യേകിച്ച് പിത്തരോഗമുള്ള ആൾക്കാരായിരിക്കും ആ മണ്ഡലം മാംസളമായിട്ടും പ്രൊജക്ട് ചെയ്ത് ഇരിക്കുകയാണെങ്കിൽ. അടുത്ത പിക്ചർ വേണ്ട, അടുത്ത പിക്ചർ ഒഴിവാക്കി അത് മാറ്റും, വേണ്ട. കല്ലിച്ചിരിക്കുകയാണെങ്കിൽ ലേശം ധിക്കാരികളായിരിക്കും. ലേശം ധിക്കാരികള്. അതിപ്പോ എനിക്കറിയാം കാര്യങ്ങൾ ചെയ്യാൻ, ഇനിയിപ്പോ പ്രത്യേകിച്ചൊന്നും വേണ്ട എന്ന് പറയുന്നത് പണി കായ്പാണ്. അത് ഞാൻ തിരിച്ചറിയണം. നോക്കിയേ, ഇതും നിങ്ങൾക്ക് ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിന് വേണ്ടി പറയുന്നതാണ്. ഈ ലൈഫ് ലൈൻ സ്ത്രീകളുടെ കയ്യിൽ, ഈ ലൈഫ് ലൈൻ അതിനെ കൊണ്ട് ആ ജൂപ്പിറ്റർ, ആ ശുക്രമണ്ഡലം ചെറുതായി പോവുകയാണെങ്കിൽ, അപൂർവമാണ് കേട്ടോ, അപൂർവമാണ്. ആ ആയുർരേഖയെ കൊണ്ട് ശുക്രമണ്ഡലം ചെറുതായി പോകുന്ന സ്ത്രീകളുണ്ട് എങ്കിൽ
അവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ അഡ്വൈസ് എന്ത് എന്ന് കേട്ടാൽ വിവാഹം കഴിക്കരുത് എന്നാണ്. ഇനി വിവാഹം കഴിക്കുകയാണെങ്കിൽ അവരെന്തായാലും പ്രസവിക്കരുത്, ഡെലിവറി നടത്തരുത്. നടത്തിയാൽ ആദ്യ പ്രസവത്തിൽ മരണം സംഭവിക്കും. ഇതല്ല കേട്ടോ, ഈ കാണുന്ന ചിത്രമല്ല. ഈ ചിത്രത്തെ എടുത്തു കളയരുത് ആരും. ഞാൻ ഇത് അഡീഷണൽ ആയിട്ടൊന്ന് പറഞ്ഞതാണ്, അഡീഷണലായി പറഞ്ഞാണ്. ഇത് ഈ ചിത്രമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. ആയുർരേഖയാൽ ശുക്രമണ്ഡലത്തിന് വലിപ്പം കുറഞ്ഞു പോയാൽ സ്ത്രീകളെ സംബന്ധിച്ച് ഒന്നാമത്തെ പ്രസവത്തിൽ മരണം സംഭവിക്കും. ഒന്നാമത്തെ പ്രസവം നടന്നില്ലെങ്കിൽ മരണവും സംഭവിക്കില്ല. പോട്ടെ. അപ്പൊ ഇത് നോക്കിയേ, ഈ കൈയുടെ ചുവട് നോക്ക്. ആയുർരേഖയുടെ ചുവട് ഭാഗം രണ്ടായി പിരിഞ്ഞിട്ടുണ്ട്. ഒന്ന് ശുക്രമണ്ഡലത്തിലേക്കും മറ്റൊന്ന് ചന്ദ്രമണ്ഡലത്തിലേക്കും. ആരുടെ കയ്യിലാണോ ആയുർരേഖയുടെ ചുവട് ഭാഗത്ത് രണ്ട് ശാഖ വരികയും അതിലൊന്ന് ശുക്രനിലേക്കും മറ്റൊന്ന് ചന്ദ്രമണ്ഡലത്തിലേക്കും പോയാൽ ആ ആൾ ആരായിരുന്നാൽ തന്നെയും ജന്മനാട് വിട്ട് അന്യനാട്ടിൽ പോകും. അവർ ഒരിക്കൽ പോലും ജന്മനാട്ടിൽ തിരിച്ചെത്തുകയില്ല. അവരുടെ ജീവിതാവസാനം, അവരുടെ ബോഡി, ഭൗതിക ശരീരം അത് അന്യനാട്ടിൽ തന്നെ ആയിരിക്കും സംസ്കരിക്കുന്നത്. അത് ഏത് കാരണത്താലായിരുന്നാലും ശരി, അവർ ജന്മനാട്ടിൽ നിൽക്കില്ല, അവർ അന്യനാട്ടിൽ പോകും. അവരുടെ ലൈഫും അന്യനാട്ടിൽ തന്നെ ആയിരിക്കും. ഇത് പറയുമ്പോൾ ആയുർരേഖയുടെ ചുവട് ഭാഗത്തിന് രണ്ട് ശാഖ ഉണ്ടാകുകയും അതിലൊന്ന് ചന്ദ്രനിലേക്ക് പോവുകയും ചെയ്തെന്ന് പറഞ്ഞാൽ തൊട്ടു മുകളിൽ കാണുന്ന രേഖയും അത് തന്നെയാണ്. ഓക്കെ, ആയുർരേഖയുടെ ചുവട് ഭാഗത്ത് രണ്ട് ശാഖ ഉണ്ടായി, അതിലൊന്ന് ചന്ദ്രമണ്ഡലത്തിലേക്ക് പോയിട്ടുണ്ട് അല്ലെ. ആ ചെറിയ രേഖ, നേർത്ത രേഖ. പക്ഷെ അവിടെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ചുവട് എന്ന് പറയുന്നതിന് പകരം ആയുർരേഖയുടെ മധ്യഭാഗത്തു നിന്നാണ് ഈ ബ്രാഞ്ച് ഉണ്ടാകുന്നത് എങ്കിൽ അതാ വ്യത്യാസം. പുസ്തകം വായിക്കുമ്പോൾ ആയുർരേഖയുടെ ചുവട് ഭാഗത്ത് രണ്ട് ബ്രാഞ്ച് ഉണ്ടായിരുന്നാൽ അവർ ജന്മനാട് വിട്ട് അന്യനാട്ടിൽ പോകും. ഇത് വായിച്ചു ഉറപ്പിച്ചിരിക്കുന്നയാൾ ഈ രണ്ടാമത്തെ ചിത്രം, നമ്മൾ ഈ പറഞ്ഞതിൽ രണ്ടാമത്തെ ചിത്രം, മുകളിലെ ചിത്രം, മധ്യഭാഗത്ത് നിന്ന് ഒരു നേർത്ത രേഖ കണ്ടില്ലേ, ഞാൻ വലിപ്പം കുറച്ച് വരച്ചതാണ്. അതുപോലെ കണ്ടാലും അയാൾ എന്തായിട്ട് എടുക്കും? ആയുർരേഖയുടെ ചുവട് ഭാഗത്ത് രണ്ട് ബ്രാഞ്ച് ഉണ്ടായി, അതിലൊന്ന് ചന്ദ്രമണ്ഡലത്തിലേക്ക് പോയി, ജന്മനാട് വിട്ട് അന്യനാട്ടിലേക്ക് നീ പോകുമെന്ന് പറഞ്ഞാൽ അടി അപ്പൊടി കിട്ടും, ഉറപ്പം തല്ലിയിരിക്കും. ഉറപ്പ് അയാൾ പറഞ്ഞു തരുമ്പോൾ അടിയും കൊടുത്തിരിക്കും. അതിന്റെ ഫലം വേറെയാണ്. മുട്ടാളൻ സംഘട്ടനത്തിൽ താല്പര്യമുള്ളവന്റെ കൈയായിരിക്കും അത്. അതുകൊണ്ട് തല്ലോടം കിട്ടും എന്ന് ഞാൻ പറഞ്ഞത്. മുട്ടാളൻ സംഘട്ടനത്തിൽ താല്പര്യമുള്ള ആളുടെ കയ്യിലാണ്. അപ്പൊ നോക്കേ, രണ്ടും ആയുർരേഖയുടെ ചുവട് ഭാഗത്തുള്ള രണ്ട് ബ്രാഞ്ചസ് ആണ്. പക്ഷെ ഒരു ബ്രാഞ്ച് ചുവട്ടിൽ വന്നിട്ട് മറ്റൊരു ബ്രാഞ്ച് മധ്യഭാഗത്ത് വന്നിട്ടാണ്. അപ്പൊ എവിടെ നിന്ന് പുറപ്പെടുന്നു, എങ്ങോട്ട് പോകുന്നു, അതിന് വലിയ പ്രാധാന്യമുണ്ട്. സംഘട്ടനത്തിൽ താല്പര്യം മാത്രമല്ല, അവർക്ക് സ്വസ്ഥമായ ജീവിതവും കിട്ടുകയില്ല. ഇത് ഞാൻ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒന്നാണ്. തികച്ചും അക്കാഡമിക് ഇൻട്രസ്റ്റിന് വേണ്ടി പറയുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങളുടെ മൂന്നാമത്തെ വിരലിന്റെ, ഈ മൂന്നാമത്തെ വിരൽ എന്ന് പറയുമ്പോഴേ ഈ തായ് വിരലിൽ നമ്മൾ കൂട്ടൂല കേട്ടോ. ഒന്ന് എന്ന് പറയുന്നത് ചൂണ്ടുവിരൽ, രണ്ട് അണിവിരൽ, മൂന്നാമത്തെ മോതിര വിരൽ, നാലാമത്തത് ആ ചെറുവിരൽ, അങ്ങനെ എടുക്കുക. ആ മൂന്നാമത്തെ വിരലിന്റെ അവിടെ ഇതുപോലൊരു രേഖ ഉണ്ടാവാം. ആ കറുത്തതാ ഞാൻ ഉദ്ദേശിച്ചത്, വെളുത്തതല്ല, കറുത്തത്. ഇപ്പൊ തൽക്കാലം വെളുത്തതങ്ങ് മറക്കുക. വെളുത്ത രേഖ മറന്നിട്ട് കറുത്ത രേഖ മാത്രം ഓർമ്മയിൽ വെക്കുക. അങ്ങനെ ഒരു രേഖ ഒരാളുടെ കയ്യിലുണ്ടാകും. അല്ലെങ്കിൽ ഈ രേഖ ഇവിടുന്ന് താഴേന്ന് മുകളിലേക്ക് വന്നാലും മതി കേട്ടോ, താഴ്ന്ന് അങ്ങോട്ട് വന്നാലും മതി. എന്തായാലും ഇങ്ങനെ രേഖ കിടക്കുന്നെങ്കിൽ ഇതിനെ പറയുന്നത് ഈശ്വരാധീനം എന്നാണ് പറയുക. സൺലൈൻ എന്ന് അതിനെ പറയാം. സൂര്യരേഖ, സൺലൈൻ, സൂര്യരേഖ. ഈശ്വരാധീനം ഉണ്ട് എന്ന് പറയും. നമ്മുടെ കയ്യിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും നശിപ്പിക്കാനും കഴിയുന്ന ഒരു രേഖ ഇത് മാത്രമാണ്. മറ്റൊരു രേഖയും നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും കഴിയില്ല, നമുക്ക് നശിപ്പിക്കാനും പറ്റില്ല. ഇത് നമുക്ക് വേണമെങ്കിൽ നശിപ്പിക്കാം. പ്രവൃത്തിയും ചിന്തയും തെറ്റായ രീതിയിലേക്ക് ഡയറക്റ്റ് ചെയ്താൽ ഉറപ്പ് ഈ രേഖ നഷ്ടപ്പെടും. പ്രാർത്ഥനയും വിശ്വാസവും സത്യസന്ധമായി ജീവിക്കുന്നവർ
അമ്പലത്തിൽ പോകുന്നവരുടെ കയ്യിൽ ഇത് കാണണമെന്ന് ഒരു വാശിയും വെക്കരുത് കേട്ടോ. അമ്പലത്തിൽ എല്ലാ ദിവസവും രാവിലെ അമ്പലത്തിൽ പോകുന്നവരുടെ കയ്യിൽ ഈ രേഖ ഉണ്ടാവണമെന്നില്ല. അമ്പലത്തിൽ പോയത് കൊണ്ട് ഈശ്വര അതിന് കിട്ടുകയില്ല. നമ്മുടെ ആൾക്കാർക്ക് അങ്ങനെ ധാരണയുണ്ട്, രാവിലെ ഉറക്കണീറ്റാൽ നേരെ അമ്പലത്തിൽ പോയിട്ട് മറ്റേത് കാര്യമുള്ളൂ. പക്ഷെ അമ്പലത്തിൽ പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും പരദൂഷണവും അന്യനെ എങ്ങനെ പറ്റിക്കാമെന്നും ഒക്കെ നോക്കിയിട്ടാ പോകുന്നത്. അവിടെ ചെന്നും പറയുന്നത്, ദൈവത്തിനോട് പറയുന്നത് തൻ്റെ കാര്യത്തിനേക്കാൾ ഉപരി അന്യന്റെ വളർച്ചയെക്കുറിച്ചും അതിൻ്റെ അസൂയെക്കുറിച്ചും എനിക്കത് കിട്ടണമെന്നുള്ളതിനെ കുറിച്ചുമാണ്. നല്ല ചിന്ത, സനാതനമായ ചിന്ത, ഉത്തമമായ ചിന്ത, അന്യനും നേട്ടമുണ്ടാകണമെന്ന ചിന്ത, എന്നെ കൊണ്ട് മറ്റൊരാളുടെ ദോഷം വരുത്തരുതേ എന്നുള്ള ചിന്ത, എല്ലാവർക്കും സമാധാനവും ഐശ്വര്യം ഉണ്ടാകുന്ന ചിന്ത, അതാണ് സനാതനമായിട്ടുള്ള ചിന്ത. ആ ചിന്തയുള്ള ആളുടെ കയ്യിൽ ഈ രേഖ ഓട്ടോമാറ്റിക്കലി വരും. ഈ രേഖ മങ്ങിയാൽ ധനനഷ്ടവും അപകീർത്തിയും ഉണ്ടാകും. ഈ രേഖ മങ്ങിപ്പോയാൽ ധനനഷ്ടവും അപകീർത്തിയും ഉണ്ടാകും. ഞാനിവിടെ വരച്ചത് അതിനു വേണ്ടിയാണ്. നമ്മുടെ ഈ ക്ലാസ്സിൽ ഇന്നിപ്പോ പങ്കെടുത്തിരിക്കുന്നതിൽ ഒരു 1/3 ആൾക്കാർക്കെങ്കിലും അനുഭവം വരുന്ന ഒരു രേഖയാണ് ഞാൻ അടുത്ത് പറഞ്ഞത്. ഇവിടെ നിങ്ങൾ വെള്ളരേഖയെ കാണണം, വെളുത്ത രേഖ. ഈ പറഞ്ഞ അപ്പോളോ രേഖയെ 3-4 വിരലുകൾക്കിടയിൽ നിന്ന് വരുന്ന ഒരു രേഖ കൊണ്ട് മുറിക്കുകയാണെങ്കിൽ, ഇതുപോലെ മുറിക്കുകയാണെങ്കിൽ 3-4 വിരലുകൾക്കിടയിൽ നിന്ന് വരുന്ന ഒരു രേഖ കൃത്യമായിട്ട് വന്ന് ഈ അപ്പോളോ രേഖയെ മുറിക്കുകയാണെങ്കിൽ അയാൾ ബാല്യം കഴിഞ്ഞു പോയ ജനിച്ച തറവാട്, ജനിച്ച സ്ഥലം തറവാട് എന്ന് പറയുമ്പോൾ ഞാൻ ജനിച്ചത് ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞോളെ എല്ലാവരും. ബാല്യം കഴിഞ്ഞു പോയ തറവാട്, വീട് അയാൾക്ക് നഷ്ടപ്പെടും, കിട്ടില്ല. ആരായിരുന്നാലും കിട്ടില്ല. ഒരുപക്ഷെ കിട്ടിയാൽ അത് അയാൾ ഇടിച്ചു പൊളിക്കും, വിൽക്കും. ഇടിച്ചു പൊളിക്കുകയും ചെയ്യും, വിൽക്കുകയും ചെയ്യും. അയാളുടെ തറവാട് അയാൾക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും കയ്യിൽ ഉണ്ടായിരിക്കുകയും അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ സഹോദരങ്ങൾ ചതിച്ചതാണ് എന്നുള്ള തോന്നൽ വേണ്ട. സഹോദരങ്ങൾ ചതിച്ചത് കൊണ്ടാണ് അത്തരത്തിൽ സംഭവിച്ചത് എന്നുള്ള തോന്നലും വേണ്ട. അത് നിങ്ങളുടെ വിധിയാണ്. ആ വിധി നിങ്ങൾ അനുഭവിക്കാൻ ബാധ്യസ്ഥനാണ്. അത് നിങ്ങൾ അനുഭവിച്ചു, അത്ര മാത്രമേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും അതിനെ കുറിച്ച് ചിന്തിക്കണ്ട. അവരെല്ലാം കൂടെ പറ്റിച്ചെന്നോ അന്നൊന്നും പറയണ്ട. അത് നിങ്ങളുടെ വിധി, നിങ്ങൾക്കത് കിട്ടില്ല. അപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞതിൽ കുറെ കാര്യങ്ങൾ ആരോഗ്യ സംബന്ധമായിട്ട് ഞാൻ പറഞ്ഞു, കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ സ്വഭാവത്തെയൊക്കെ ബന്ധപ്പെട്ട് പറഞ്ഞു, പൊതുവിൽ കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇതൊന്നുമല്ല പാമിസ്ട്രി എന്ന് പറയുന്നത്. നമ്മുടെ ഒരു യാത്രയിൽ, ഒരു 2-3 ദിവസം എടുക്കുന്ന ഒരു യാത്രയിൽ, അല്ലെങ്കിൽ ഒരു 24 മണിക്കൂർ എടുക്കുന്ന ഒരു യാത്രയിൽ, ട്രെയിനിൽ അല്ലെങ്കിൽ ബസ്സിൽ, നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആൾ ആര് എന്നറിയാൻ, അവൻ കള്ളനാണോ, അവര് പിടിച്ചുപറിക്കാരനാണോ, അവര് കൊലപാതകിയാണോ, ആരാണെന്ന് അവൻ അറിയാതെ അവന്റെ കയ്യിലേക്ക് നമ്മളൊന്ന് ഒളിഞ്ഞു നോക്കിയാൽ മാത്രം മതി. അവന്റെ കൈ പിടിച്ചൊന്നും നോക്കണ്ട. നമ്മൾ അല്പസമയം വെയിറ്റ് ചെയ്താൽ അറിയാതെ അവന്റെ കയ്യിലേക്ക് നമ്മുടെ നോട്ട് എത്തുമ്പോൾ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന സഹയാത്രികൻ ആരെന്നറിയാൻ നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട. നമുക്കിത് ഈ ശാസ്ത്രം നമ്മളെ സഹായിക്കും. അവരുടെ ഡേറ്റ് ഓഫ് ബർത്തോ മറ്റൊന്ന് മുഹൂർത്തമോ ഗ്രഹനിലയോ ഒന്നും വേണ്ട. അത് തന്നെയാണ് ഈ ശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയാം. എന്ന് പറയുമ്പോൾ ഞാൻ ജ്യോതിഷത്തെ തള്ളി പറഞ്ഞതല്ല. ഈ പാമിസ്ട്രിയിൽ പറയുന്ന കാര്യം മണിക്കൂറുകളുടെ വ്യത്യാസമില്ലാതെ പ്രവചനം നടത്തുവാൻ കഴിയുന്ന ഒരേ ഒരു ശാസ്ത്രം മാത്രമേ ഉള്ളൂ, അത് ജ്യോതിഷം മാത്രമാണ്. മണിക്കൂറുകളുടെ വ്യത്യാസമില്ലാതെ, മാസത്തിന്റെ അല്ല, ആഴ്ചയുടെ അല്ല, മണിക്കൂറുകളുടെ വ്യത്യാസമില്ലാതെ ഫലം പറയുവാൻ, ഷാർപ്പായി പറയുവാൻ അറിവുള്ള ജ്യോതിഷർക്ക് കഴിയും. ഞാൻ അത്രയൊന്നും പാമിസ്ട്രിക്ക് കഴിയും എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ജനറലായി ഇത്രയും കാര്യങ്ങൾ വിലയിരുത്താൻ ഉറപ്പായി കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 1 വർഷത്തിന് മുമ്പ് കാർഡിയാക് സിംറ്റംസ് വരുമെങ്കിൽ 1 വർഷത്തിന് മുമ്പ് നമുക്ക് തിരിച്ചറിയാൻ കഴിയും, പ്രിക്കോഷൻസ് എടുക്കാൻ കഴിയും എന്ന് ഞാൻ പറഞ്ഞത്. ഒരു അസ്ട്രോളജർ ഉണ്ടെങ്കിൽ ആ അസ്ട്രോളജർക്ക് ആ കാർഡിയാക് അറസ്റ്റ് എന്ന് വരുമെന്ന് പറഞ്ഞു തരുവാൻ അദ്ദേഹത്തിന് കഴിയും. അത് കണക്ക് നോക്കി അവർക്ക് അത് എന്ന് വരാൻ, നമ്മളൊരു അപ്രോക്സിമേറ്റ് വിത്തിൻ 6 months സംഭവിക്കുമെന്ന് പറഞ്ഞാൽ അയാൾ ഷാർപ്പായി പറയും
ഇന്ന മാസം ഇത്രാം തീയതി സംഭവിക്കുന്നു അദ്ദേഹത്തിന് പ്രയോഗിക്കുക. അത് ഈ രണ്ട് ശാഖയും തമ്മിലുള്ള ഡിഫറൻസ് അവിടെയാണ്. പക്ഷെ ഇവിടുത്തെ ഇതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഒരു വിവരവും നമുക്ക് അന്യരിൽ നിന്ന് ശേഖരിക്കേണ്ട, നമുക്കറിയാൻ കഴിയും. മറ്റൊന്ന്, ഞാൻ കഴിഞ്ഞ ഇവിടുത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞതാണ്, നമ്മളെ വീട്ടിലൊരു കുട്ടി അവൻ്റെ ഒരു കൈ കണ്ടാൽ അവൻ എങ്ങോട്ടേക്ക് പോകും എന്ന് നമുക്ക് തിരിച്ചറിഞ്ഞ് അവനെ നമുക്ക് ഗൈഡ് ചെയ്യാൻ കഴിയും, അവന് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുവാൻ കഴിയും, അവനെ മുന്നോട്ട് നയിക്കുവാൻ കഴിയും. നമുക്കൊന്നുമില്ലെങ്കിലും നമ്മുടെ കൈയെങ്കിലും നോക്കിയിട്ട് വരാൻ പോകുന്ന കാര്യങ്ങൾ കണ്ടെത്തിയാൽ മുൻകരുതൽ എടുക്കുവാൻ പാമിസ്ട്രി നമ്മെ സഹായിക്കും. പക്ഷെ അറിയുക, ഇന്ന് നിങ്ങൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കുറച്ച് പേരെങ്കിലും അടുത്ത ദിവസം ബുക്ക് സ്റ്റാളിൽ പോകുമ്പോൾ ഉറപ്പായിട്ട് പാമിസ്ട്രിയുടെ പുസ്തകം കണ്ടാൽ നിങ്ങൾ വാങ്ങും, നിങ്ങൾ കൊണ്ടുവച്ച് വായിക്കും. വായിക്കുമ്പോൾ നിങ്ങൾ ആദ്യം എടുക്കുന്നത് ആയുർരേഖയായിരിക്കും. ആയുർരേഖ എടുക്കുമ്പോൾ അതിൽ ആദ്യത്തെ സെന്റൻസ് ഇപ്പോൾ ഞാൻ പറയാം. ഈ ആയുർരേഖ ഒരാളുടെ ആയുസ്സിനെ നിർണയിക്കുന്നു. ആയുർരേഖയ്ക്ക് നീളമുണ്ടെങ്കിൽ അയാൾ ദീർഘായുഷ്മാനായിരിക്കും. ആയുർരേഖയ്ക്ക് നീളം കുറഞ്ഞു പോയാൽ അല്പായുസായിരിക്കും. ഇതാണ് ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നത്. കഷ്ടകാലത്തിൽ നോക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ആയുർരേഖയ്ക്ക് നീളം കുറവാണ് എങ്കിൽ തീർന്നു, നിങ്ങൾ അതോടെ തീർന്നു, അല്പായുസ്. കാരണം അയാൾ കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്തപ്പോൾ അയാൾ കുറെ കാര്യങ്ങൾ പറഞ്ഞതിൽ കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് ശരിയാണ്. പുസ്തകം വായിച്ചു, ആ പുസ്തകത്തിൽ പറഞ്ഞേക്കുന്നുണ്ട് ആയുർരേഖയ്ക്ക് നീളം കുറഞ്ഞാൽ അല്പായുസായിരിക്കും. അവന്റെ ജീവിതം അന്നത്തെ കൊണ്ട് അറിയുക, തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റാണ്. ഒരു ഗുരുവിന്റെ കീഴിൽ ഇത് പഠിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന അബദ്ധങ്ങളിൽ ഒന്നാണത്. നിങ്ങളുടെ ആയുസ് നിർണയിക്കുന്നത് ആയുർരേഖ കൊണ്ട് മാത്രം അല്ല. പിന്നെയോ ശിരോരേഖയുടെ നീളം നോക്കാറുണ്ട്, ഹൃദയരേഖയുടെ നീളം നോക്കാറുണ്ട്, ഈ റിസ്റ്റ് ലൈൻ ഇവിടെ ഉണ്ടായിരിക്കുന്ന 3 ലൈനിന്റെ നീളം നോക്കാറുണ്ട്, നെറ്റിയിലുണ്ടായിരിക്കുന്ന രേഖയുടെ എണ്ണം നോക്കാറുണ്ട്, കഴുത്തിന്റെ പിൻഭാഗത്തുണ്ടായിരിക്കുന്ന രേഖയുടെ എണ്ണം നോക്കാറുണ്ട്. ഇതെല്ലാം കൂടെ നോക്കിയിട്ടാണ് ആയുസ് നിർണയിക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് തെറ്റായ നിഗമനങ്ങളിൽ എത്തരുത്. 1. 2, അപ്പോൾ ചോദിക്കാം, ആയുർരേഖയ്ക്ക് നീളം കുറഞ്ഞാൽ അയാൾ അല്പായുസായിരിക്കും എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റാണോ? അല്ല, ആ സ്റ്റേറ്റ്മെന്റ് തെറ്റല്ല. ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഒരാളുടെ കയ്യിലെ ആയുർരേഖയുടെ നീളം കുറവാണെങ്കിൽ അയാൾക്ക് അല്പായുസാണെന്ന് പറഞ്ഞ ആ പുസ്തകത്തിൽ പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണോ എന്നിട്ട് ഞാൻ അല്ല എന്ന് പറയും. അവിടെ ശിരോരേഖയ്ക്കും ഹൃദയരേഖയ്ക്കും നീളമുണ്ട് എങ്കിൽ, റിസ്റ്റ് ലൈന് നീളമുണ്ട് എങ്കിൽ, കഴുത്തിന്റെ പിൻഭാഗത്തുള്ള രേഖ ഉണ്ട് എങ്കിൽ മരണം സംഭവിക്കില്ല. പക്ഷെ ആ വ്യക്തിത്വത്തിന് മരണം സംഭവിക്കും. ഇപ്പൊ ഈ കാണുന്ന ഇരിക്കുന്ന ഒരാളിന് ഇങ്ങനെയാണ് നീളം കുറഞ്ഞ ഒരു ആയുർരേഖ ഉള്ളതെങ്കിൽ ആ ലൈഫ്, അയാൾ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആ ലൈഫ് അവസാനിക്കും. അയാൾ ജീവിത ശൈലിക്ക് വ്യതിയാനം സംഭവിക്കും. നമുക്ക് ഒരുപാട് ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട്. സർക്കാർ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ ഒരു ഘട്ടത്തിൽ റിട്ടയർമെന്റ് എടുത്തിട്ട് സോഷ്യൽ വർക്കിലേക്ക് ഇറങ്ങുന്ന ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട്. പൊളിറ്റീഷ്യനായി മാറുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. സന്യാസ ജീവിതത്തെ മാറുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ബിസിനസ്സുകാരനായി മാറുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. യാത്രയ്ക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. കുടുംബസ്വത്ത് നോക്കുന്നതിന് വേണ്ടി ജോലി, ഇപ്പൊ നമ്മൾ തന്നെ കേട്ടിട്ടുണ്ട്, വളരെ ആൾക്കാർ വളരെ വലിയ കമ്പനി, മൾട്ടിനാഷണൽ കമ്പനികളിൽ IT പ്രൊഫഷൻ വേണ്ടെന്ന് വെച്ചിട്ട്, ലക്ഷങ്ങളുടെ സാലറി വേണ്ടെന്ന് വെച്ചിട്ട് കൃഷിയിലേക്ക് വന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ജീവിത ശൈലിക്ക് മാറ്റം സംഭവിക്കുമ്പോൾ ആ വ്യക്തിക്ക് ഒരു മരണം അവിടെ സംഭവിച്ചു, ഒരു പുതിയ വ്യക്തിയാണ് അവിടെ നിന്ന് ആരംഭിക്കുന്നത്. അങ്ങനെ വിശദീകരിക്കുവാനും വിശകലനം ചെയ്യുവാനും നമുക്ക് കഴിയണം. അതിന് നിങ്ങൾ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഏതെങ്കിലും അറിയുന്നൊരു ഗുരുവിന്റെ കീഴിൽ പഠിക്കുക. ആ പഠനം നിങ്ങളെ നന്മയിലേക്ക് നയിക്കും. ഇന്നിപ്പോൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത എല്ലാ ആളുകൾക്കും ഞാൻ ഒരിക്കൽ കൂടെ നന്ദി പറയുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഒരു ക്ലാസ് അറേഞ്ച് ചെയ്യുവാൻ എന്നെ സഹായിച്ച എൻ്റെ സുഹൃത്തും കൂടെയായ ശ്രീ സഞ്ജീവിനും അതോടൊപ്പം തന്നെ ഈ ശാന്തിഗ്രാമിനും അതിൻ്റെ പ്രവർത്തകർക്കും അതിൻ്റെ ഡയറക്ടർ ശ്രീ പങ്കജാക്ഷർ സാറിനും എൻ്റെ നന്ദിയും കൃതജ്ഞതയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
സൗണ്ട് കൂട്ടി സൗണ്ട് കൂട്ടി കളഞ്ഞു എവിടെ വളർന്നു എവിടേക്ക് നോക്കി. പക്ഷേ ബ്രേക്കാണ്, ഇതെവിടെ ബ്രേക്കാണ്. സൗണ്ട് കൂട്ടി പറഞ്ഞാൽ കൈ നീട്ടി കാണിച്ചു. ഒന്നത് സാറ്റിന്റെ പുറകിൽ നിന്ന് മാറി പുറം മാറി, പിന്നെ അതിലോട്ട് മുമ്പ് ഇങ്ങനെ സൗണ്ട് കൂട്ടി ചെക്ക് ചെയ്തോട്ടെ. ഗ്ലാസ് ഇല്ലാത്തത് കുഴപ്പമില്ല. സന്ദേശം താങ്കൾ നോക്കണം. തലക്കടി വെച്ചു, തലക്കായി പൊട്ടണമെന്നില്ല. ബാത്റൂം വിളിച്ചാലും ബസ് വിളിച്ചാലും തലക്കൊരു ഇടി കിട്ടണം. 2 മണിക്കൂർ പിടിച്ചു വയ്ക്കും. ഇവിടെ ഉണ്ട് കേട്ടോ, നമ്മുടെ സഞ്ജീവ്ജിയുടെ കയ്യില് ആ ഒരു രേഖ വന്നിട്ടുണ്ട്. അത് പൊട്ടിയിട്ടില്ല, പൊട്ടാൻ പോവുകയാണ്. തല പൊട്ടണമെന്നൊന്നുമില്ല, എവിടെയെങ്കിലും ഇടിച്ചാൽ മതി. കട്ടളയിലോ പുറത്തോ എവിടെയെങ്കിലും തല തട്ടണം. ഹെൽമെറ്റ് വെക്കാം. വീട്ടിനകത്ത് ഹെൽമെറ്റ് വെക്കാൻ പറ്റില്ലോ. എനിക്കത് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഒരു സ്റ്റിച്ച് ഉണ്ട്. അത് വീട്ടിലെ കട്ടളപ്പടിയിൽ അടിച്ചിട്ടുണ്ടായ സ്റ്റിച്ചാണ്. ഞാൻ കുറച്ച് സമയത്ത് ശ്രദ്ധിക്കുന്നുണ്ട്. മറ്റേതെങ്കിലും സുബിനെ സംശയം ചോദിച്ചു. ഇന്ന് ഈ ക്ലാസ്സിൽ ഇവിടുത്തെ കോർഡിനേറ്റർ ആയിരുന്നു കഴിഞ്ഞ നമ്മുടെ കോർഡിനേറ്റ് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞിട്ട്, മോഡറേറ്റർ വരാമെന്ന് പറഞ്ഞാൽ ഇന്ന് വരുമെന്ന് പറഞ്ഞിരുന്നു. ഒരു DS നായർ അവരെന്തോ പറഞ്ഞു. കഴിഞ്ഞ നമ്മുടെ ഇവിടുത്തെ ഫംഗ്ഷന് വരാമെന്ന് പറഞ്ഞിട്ട് വരാതിരുന്ന ഒരാൾ, അദ്ദേഹം എന്നോട് കഴിഞ്ഞൊരു ക്ലാസ്സിൽ അദ്ദേഹം എന്നോട് വന്നിട്ട്, അദ്ദേഹം വരേണ്ട ആളായിരുന്നു. താടി കൊച്ചിനാണ് DS നായർ. അതേ എന്റെ കഴിഞ്ഞ ക്ലാസ്സിലെ സ്റ്റുഡൻ്റാണ്. ഇന്ന് വരുമെന്ന് പറഞ്ഞു. DS നായർ അങ്ങനെ എന്തോ അതെ കഴിഞ്ഞ അവരുടെ ഫിനിഷിംഗ് ക്ലാസ്. ചോദിച്ചോളൂ. ഫോണില്ലേ കയ്യില്? വേറെ ആർക്കും ഇല്ലാത്ത പേനായിരിക്കും. പേന പേനാവുന്ന ഇങ്ങനെ വന്നാൽ മതി. അല്ല, പെൻസിലിങ് മതി സാറാ. പെൻസിലിങ് ഉണ്ടാവും. ആ പേനയും കൂടെ. എല്ലാവർക്കും ഈ രേഖ 2 മുട്ടിയാണ്. ഇത് ക്ലാസ് ആദ്യം പറഞ്ഞേ. നിങ്ങൾക്ക് ഈ ധിക്കാരമൊന്നും കൊണ്ട് പറഞ്ഞനുസരിക്കുന്ന ഒരു സ്വഭാവമില്ല. ഞാൻ പിടിച്ച മുയലിന് പിടിച്ചപ്പോൾ 3 കൊമ്പായിരുന്നു പറഞ്ഞു. എനിക്കിപ്പോൾ അറിയില്ല, ഞാൻ പിടിച്ചപ്പോൾ 3 കൊമ്പായിരുന്നു. ഞാൻ മുയലിനെ പിടിച്ച സമയത്ത് മുയലിന് 3 കൊമ്പുണ്ടായിരുന്നു, ഞാൻ കണ്ടതാണ്. ഇപ്പം അതെനിക്ക് അറിയേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുന്ന ആളാണ്. പിന്നെ ഒരു കാര്യവും സാമ്പത്തിക കാര്യത്തിൽ ഒരു അച്ചടക്കമില്ലാത്ത ആളാണ്. 100 രൂപയ്ക്ക് ചെയ്യേണ്ട കാര്യം 150 രൂപയ്ക്ക് ചെയ്തിട്ട് ഞാൻ കൃത്യമായി ചെയ്യുന്ന പറയുന്ന ആളാണ്. 150 രൂപ ചിലവായാലും ഒരു ദുഃഖം നിൽക്കില്ല തന്നല്ലോ. പക്ഷെ അറിയും ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി, അംഗീകരിക്കുന്നിട്ട് ഇല്ല തന്നല്ലോ. നാട്ടിലെ വക്കീലും കൂടെയാണ്. ന്യായം പറയാനൊക്കെ വളരെ എത്തി, മറ്റുള്ളവർക്ക് നിയമം പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യും. ശരിയെന്നല്ലോ. അത് തന്നെയല്ലോ. അതത്രേ ഉള്ളൂ. ഇത്ര അകലം കൂടുതലാണ്. അപ്പൊ അറിയുക നമ്മുടെ എടുക്കുന്ന തീരുമാനങ്ങൾ ധനപരമായി തെറ്റാണ്. പിന്നെ മറ്റുള്ളവരുടെ കൂടെ ഒന്ന് ആലോചിച്ചിട്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നിങ്ങൾക്ക് മറ്റൊരാളോട് കൺസൾട്ട് ചെയ്തിട്ട് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയില്ല. കാര്യം കേട്ട ആ നിമിഷം നിങ്ങൾ തീരുമാനം പറഞ്ഞിരിക്കും. ഇല്ലേ? അത് കുഴപ്പമാണ്. നമ്മൾ മറ്റുള്ളവർ, നമുക്കിങ്ങനെ കുഴപ്പമുണ്ടെന്ന് അറിഞ്ഞിട്ട് നമ്മൾ മറ്റുള്ളവരെ കൂടെ ഒന്ന് ആലോചിക്കും. അപ്പൊ ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ ഒന്ന് ആലോചിച്ചോട്ടെ, ആ സ്വഭാവം നിങ്ങൾക്ക് ഇല്ലാത്തതാണ് എങ്കിലും ഇനി ചെയ്യുക എന്ന് മറ്റൊരു കൂട്ടി ആലോചിക്കുക. എനിക്കും ആ സ്വഭാവം ഇല്ല കേട്ടോ. അദ്ദേഹത്തിന് തറപ്പിച്ചു പറയുക. ഇതാ അത് ഈ രേഖ നിങ്ങളെ അപ്പോൾ അതിനെ കട്ട് ചെയ്തിട്ടുണ്ട്. പാരമ്പര്യ സ്വത്ത് കിട്ടാതെ ചോദിക്കാം. ശരിയല്ലോ? ഓക്കെ. ഓരോരുത്തർക്ക് ഈ ലോകത്തുള്ള ഈ കയ്യിലെ തമ്പിന്റെ ഇംപ്രഷൻ കോടാനുകോടി ആൾക്കാരുണ്ട് ഈ ലോകത്ത്. ഒരാളിന്റെ തമ്പ് ഇംപ്രഷൻ മറ്റൊരാളില്ല. അപ്പൊ നിങ്ങളുടെ ഈ കൈ പോലെ ഈ ലോകത്ത് വേറൊരു കൈ ഉണ്ടാകില്ല. പറഞ്ഞു മനസ്സിലായില്ലേ? നിങ്ങളുടെ ഈ ആയുർരേഖ പോലെ മറ്റൊരു രേഖ ഉണ്ടാകില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ കയ്യിലെ രേഖ പോലെ മറ്റൊരാളുടെ ആയുർരേഖ വരണമെന്ന് വാശി നിങ്ങൾ പിടിക്കരുത്. തൽക്കാലം മതി. അത് ഇൻറ്റു മാർക്കൊന്നും അല്ലല്ല. അത് രേഖ അങ്ങോട്ടും ഇങ്ങോട്ടും പോയതിന്റെ ഭാഗത്തുള്ള ഇൻറ്റു മാർക്ക്. അത് ഇൻറ്റു മാർക്ക്.
മറ്റാരും ഇല്ലല്ലോ. ഒരു സംശയമില്ലേ? എവിടെ സ്ഥലം എവിടെയാണ്? എവിടെ? എറണാകുളമോ? സാറേ, അതിനകത്ത് നമ്മൾ ഓൺലൈൻ ചെയ്യാൻ ഒരിക്കലും പറ്റുന്നതല്ലേ, അത് ഷാർപ്പാകില്ല. പിന്നെ പിക്ചർ ഒരു കൈയുടെ ഒരു 7 പിക്ചറും ഡേറ്റ് ഓഫ് ബർത്തും അയച്ചു തന്നാൽ ഞാൻ മാക്സിമം ശ്രമിക്കാം. എറണാകുളത്തിലൂടെ വന്ന് എന്നെ കാണണമെന്ന് പറയുന്നത് ശരിയായ രീതിയല്ലല്ലോ. അത് പക്ഷെ അത് ഒരു 100% റൈറ്റ് ആയിരിക്കണം എന്നില്ല. ആൾമോസ്റ്റ് നമുക്ക് പറയാൻ കഴിയും. ഒരു കൈയുടെ വിവിധ ആംഗിളിലുള്ള കുറേ ഫോട്ടോസ്, കൈ നിവർത്തി വെച്ച് ഇങ്ങനെ കൈ ഇങ്ങനെ നിവർത്തി ഇങ്ങനെ ഒതുക്കി അങ്ങനെ വിവിധ ആംഗിളിൽ കുറേ ഫോട്ടോസ് എടുത്തിട്ട് അവരൊപ്പം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നാണോ ജനിച്ചത് ആ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് കറക്റ്റായിട്ട് അയച്ചാൽ ഉറപ്പായിട്ട് ഒന്ന് ശ്രമിക്കാം. അത്രയും മാത്രമേ പറയാൻ പറ്റൂ. പക്ഷെ ഇപ്പം ഓക്കെ പങ്കേഷനോട് ചോദിച്ചിട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ഇപ്പൊ ചോദിക്കാൻ പറഞ്ഞത് കഴിയുന്നതാണ് ഈ ക്ലാസ്സിനെ കുറിച്ച് ഡൗട്ടുകളാണ്. സുബിൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. സുബിൻ സാധാരണ സംശയം ചോദിക്കുന്ന ആളാണല്ലോ, ചോദിക്കും. ഉറപ്പായിട്ടും ഇത് പഠിപ്പിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. അത് എനിക്കൊന്ന് ഞാനിപ്പോ നമ്മുടെ തിരുവനന്തപുരത്തുള്ളവർക്ക് അറിയാം, മുത്തുസ്വാമി സാറ് ജ്യോതിഷത്തിന്റെ ആചാര്യൻ എന്ന് പറയുന്നെങ്കിലും പക്ഷെ ജ്യോതിഷം പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ മറ്റാരെക്കാളും മുമ്പിലായിരുന്നൊരു ആളാണ് അദ്ദേഹം. ജ്യോതിഷത്തിന് പ്രചരണം കൊടുക്കുന്ന കാര്യത്തിൽ ഇത്രയും ജ്യോതിഷ പ്രചാര സഭയുടെ നടത്തിപ്പ് ഇത്രയും ജ്യോതിഷത്തെ ജനകീയമാക്കുവാൻ ശ്രമിച്ച മറ്റൊരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ വീട്ടിൽ നടത്തിയ കുറേ ക്ലാസ്സുകൾ ഞാൻ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഈ കോട്ടയത്തുള്ള ഒരാൾ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഇപ്പം പെട്ടെന്ന് മറന്നുപോയി. അദ്ദേഹം ഇതിന്റെ ഡൗസിങ് ചെയ്ത ഒരാളാണ്. പെൻഡുലം ശാസ്ത്രം പഠിപ്പിക്കുന്നു. അതിന്റെ പേര് ഞാൻ മറക്കാൻ പാടില്ലാത്തല്ലോ, ക്ഷമിക്കുക. ഹിന്ദുവാ, ബ്രാഹ്മൺ, ഈ കൊങ്കിണി ബ്രാഹ്മണനായിട്ടുള്ളതാണ്, കോട്ടയത്തുകാരനാണ്. ശർമ്മയല്ല, അതുപോലൊരു പേര് തന്നെ ഞാൻ മറക്കാൻ പാടില്ല. അത് നന്ദിയില്ലായ്മൂടെയാണ്, മറന്നുപോയി. കോട്ടയത്ത് ഈ ക്ലാസ് തീരുമ്പോ പേര് ഓർമ്മ വരും. അദ്ദേഹം കോട്ടയം തിരുനക്കര ബാങ്കില് തൊട്ട് താഴെ, ആ ക്ഷേത്രത്തിന് താഴെ ഉണ്ടായിരുന്ന ഒരു കോപ്പറേറ്റീവ് ബാങ്കിലും പിന്നെ അമ്പലത്തിലെ അവിടുത്തെ ഹാളിലുമായിട്ടൊക്കെ ഒരു 5-6 ക്ലാസ് കോഴ്സ് നടത്തിയിട്ടുണ്ട്. 100 പേരൊക്കെ മിനിമം ആ കോഴ്സിൽ പങ്കെടുത്തുള്ളത്. എനിക്കൊന്നും അത് ഒരു 4,000-5,000 പേർക്ക് മുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. പഠിപ്പിക്കാൻ ഇപ്പോഴും തയ്യാറാണ്. പക്ഷെ അതിന്റെ പ്രശ്നം 4-5 ആൾക്കാരായിട്ട് പഠിപ്പിക്കാൻ പറ്റില്ല. കാരണം 5 പേരാണെങ്കിൽ ആ ഒരാളിന് നോക്കാൻ കിട്ടുന്ന 4 കൈകളാണ്. പ്രാക്ടീസാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പൊ ഓൺലൈനായിട്ട് തിയറി പഠിപ്പിക്കാം, പക്ഷെ പ്രാക്ടിക്കലിന് ഒരു ഓഫ്ലൈൻ ഉണ്ടാവണം. ഓൺലൈനായിട്ട് തിയറി കഴിഞ്ഞിട്ട് ഒരു 4-5 ദിവസം ഒരു ഓഫ്ലൈൻ ക്ലാസ്സിലേക്ക് അവരെല്ലാം കൂട്ടാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും പഠിപ്പിക്കാം. പക്ഷെ ഒരു മിനിമം സ്റ്റുഡൻറ് എന്ന് പറയുന്നത്, ഏറ്റവും മിനിമം എന്ന് പറയുന്നത് 50 പേരെങ്കിലും, അത് ഞാൻ ഏറ്റവും കുറച്ച് പറയാം. 100 പേരടങ്ങുന്ന ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ ആ ക്ലാസ് കഴിഞ്ഞ് പുറത്ത് പോകുന്നയാൾ ഒരു പാമിസ്റ്റ് ആയിരിക്കും. സംശയങ്ങളില്ലാതെ ഒരാളുടെ കൈ കണ്ടാൽ അയാൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ആളായിരിക്കും അയാൾ. ശാന്തിഗ്രാം ഒരു സെന്ററൊക്കെ ശ്രമിക്കും, അതായിരിക്കും കുറച്ചുകൂടെ ആപ്റ്റം. അതെ, ഇത് ഈ ഓൺലൈൻ
നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ കഴിയുന്നത് സാറിന് ആലോചിക്കാം സാറിനോടുള്ള അഭ്യർത്ഥനയാണ്. സാറിന് ആലോചിച്ചിട്ട് കുറച്ച് ആളുകളുണ്ട് ഈ ഗ്രൂപ്പിൽ. ഒന്നൊരു നമുക്കൊരു കോഴ്സായിട്ട് ഒരു ഓൺലൈൻ കോഴ്സായിട്ട് ഒന്ന് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് പബ്ലിഷ് ചെയ്യാൻ മീൻസ് ഒരു ഓൺലൈൻ ക്ലാസ് പറയണം. അത് കഴിഞ്ഞിട്ട് ഓഫ്ലൈൻ 3 ദിവസമാണോ 5 ദിവസമാണോ എന്നുള്ള ക്യാമ്പ് എന്നുള്ള നിലയിലേക്ക് ഞാൻ പറയാം സാറിനോട് ഈ പറയാനുള്ള കാര്യമൊന്നും ഞാൻ ആദ്യം പ്ലെയിനായിട്ട് പറയാൻ സ്വഭാവം. ഇപ്പൊ ഓൺലൈൻ ക്ലാസ് ഓൺലൈൻ ക്ലാസ് എടുക്കാൻ താല്പര്യം കുറവുള്ള ഒരാളാണ് എടുക്കാം. എന്താണ് ഇല്ല ഇപ്പൊ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ക്ലാസ് എടുക്കാൻ ഞാൻ തയ്യാറ്, ഓൺലൈൻ ക്ലാസ് എടുക്കാം. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, അതിന്റെ ക്ലാസ് സമാപിക്കുമ്പോൾ 2 or 3 ദിവസത്തെ ഓഫ്ലൈൻ ക്ലാസ് കൂടി അറേഞ്ച് ചെയ്യുമെങ്കിൽ. പിന്നെ സ്റ്റുഡൻസ് ഉണ്ടാകണം. 4 or 5 പേർക്ക് ഒരു ക്ലാസ് എടുക്കാൻ താല്പര്യമില്ല. വേറെ ഒന്നുകൊണ്ടല്ല, ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആൾ എനിക്ക് ഫീസ് തരും, ഞാനത് വാങ്ങും. ആ പഠിച്ച ആളിന് ഈ ക്ലാസ് കൊണ്ട് ഗുണം വരില്ല. പ്രാക്ടീസ് അപ്പോൾ നാട്ടുകാരെ പഠിച്ചിരുത്തി നമുക്ക് പ്രാക്ടീസ് ചെയ്യിക്കാൻ പറ്റില്ല. അപ്പൊ പഠിച്ച ആൾക്കാർ തമ്മിലാവും പ്രാക്ടീസ് ചെയ്യാം. അതുകൊണ്ട് ആളുണ്ടാവണം. ആ ഗ്രൂപ്പിൽ ഏറ്റവും കുറഞ്ഞ എണ്ണമാണ് ഞാൻ പറയുന്നത് കമ്മത്ത്. ഞാൻ നേരത്തെ പറഞ്ഞ ആളുടെ പേര് കമ്മത്ത് സാർ എന്നാണ്. കമ്മത്ത് സാറിനെ അറിയുന്നവർ, അദ്ദേഹത്തിന് പെൻഡുലം ക്ലാസ് ജോയിൻ ചെയ്തവർ ഇതിനകത്ത് ഉണ്ടാവും. കമ്മത്ത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. കമ്മത്ത് സാറിന്റെ അടുത്ത് ഞാൻ കോട്ടയം ക്ലാസ് കൊടുക്കാൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, മിനിമം സ്റ്റുഡൻറ് എനിക്ക് 50. പക്ഷെ സാർ ചിരിച്ചിട്ടാണ് പോകുന്നത്, ഞാൻ ശ്രമിക്കാമെന്ന്. പക്ഷെ അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ എപ്പോഴും 100 പേരുണ്ടായിരിക്കും. ക്ലാസ് അവസാനിക്കുമ്പോൾ ഒരു 70-75 പേര് അവസാന ക്ലാസ്സിൽ വരെ ഉണ്ടാവും. അപ്പൊ അവർക്കെല്ലാം ഭംഗിയായി പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. കാരണം 75 പേരുള്ള ഒരു ക്ലാസ്സിൽ ഒരാളിന് 74 കൈ പഠിക്കാൻ കിട്ടുകയാണ്. 74 തരം കൈ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര അനുഭവമാണ്. വേറൊരു ഓപ്ഷൻ ഉള്ളത്, ആദ്യം നമുക്കൊരു 1-2 എന്നിട്ട് ഓൺലൈൻ ക്ലാസ് അത് കഴിഞ്ഞിട്ട് അതൊരു പ്രാക്ടിക്കൽ ആവില്ല. എന്താണെന്നറിയാം, അതായത് അത് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള അവസാനത്തുള്ള സമയങ്ങളിലായിരിക്കും കുറച്ചുകൂടെ ആപ്റ്റം. എങ്കിൽ അത് ഇവർക്കുടെ സംശയങ്ങളൊക്കെ തീർക്കാൻ പറ്റും. ആദ്യമേ തന്നെ നമ്മൾ പിന്നെ അങ്ങനെ ഒരു ഓഫ്ലൈൻ ക്ലാസ് ഇട്ട് കഴിഞ്ഞാൽ പല ആൾക്കാർക്കും ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യം വരും. അതാണ് പ്രശ്നം. അപ്പൊ നമ്മളിപ്പോ ഏയുടെ ഒരു ക്ലാസ് ചെയ്യുന്നത് എന്തായിരുന്നു ഡിസിഷൻ, നമുക്ക് ഒരാൾക്ക് കൂടെ സമയം എടുക്കും ആലോചിച്ച്. ഈ ഓൺലൈൻ ക്ലാസ്സിലേക്ക് പങ്കെടുത്ത എല്ലായിടത്തും ആദ്യം ഞാനൊരു നന്ദി പറയാണ്. എന്താണെന്ന് വെച്ചാലേ, ഈ മോഹൻ സാറിനെ പോലെയുള്ള ഇതുപോലെയുള്ള വിശിഷ്ട ഗുരുക്കന്മാരെ കിട്ടുക എന്ന് പറയുന്നത് അതൊരു ഭാഗ്യമാണ്. നമ്മുടെ അദ്ദേഹം ലെഗ് ലൈൻ എന്നും ഹാർഡ് ലൈൻ എന്നും ഹെഡ് ലൈൻ എന്നൊക്കെ പറഞ്ഞ പോലെ ഇന്നത്തെ ദിവസം ബേസിക്കലി ഞാനൊരു അസ്ട്രോളജറാണ്. അപ്പോൾ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് പോലെയാണത്. ഒരു ശരീരത്തിൻ്റെ തന്നെ 2 കൈകളെന്ന പോലെ. കാരണം ഇതൊരു വളരെ അനിവാര്യം, നമുക്ക് ഈ കാലഘട്ടത്തിലെന്നല്ല ഏതൊരു കാലഘട്ടത്തിലും ഇതൊക്കെ വളരെ അനിവാര്യമായ കാര്യമാണ്. അത് അത്യന്താപേക്ഷിതം തന്നെയാണ്, അത്യാവശ്യമാണ്. കാരണം നമ്മുടെ നമുക്ക് മക്കള് വളർത്തി വലുതാക്കുന്നതിനിടയിൽ നമ്മുടെ മക്കളുടെ പ്രയാണം ഏത് തരത്തിലായിരിക്കും, അവരെങ്ങടാ പോകുന്നത്, അവരാരുമായിട്ടൊക്കെ കൂട്ടുകെട്ടാൻ സാധ്യതകളുണ്ട്, അവരുടെ സ്വഭാവ സവിശേഷതകൾ ഇനി മുന്നോട്ട് എങ്ങനെയായിരിക്കും, ഇത് നമ്മൾ മറ്റൊരാളിൻ്റെ സഹായം തേടി പോകുന്നതിനേക്കാൾ ഈ പാരൻസിന് തന്നെ ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രായപൂർത്തിയായ കുട്ടിയാണെങ്കിൽ അവർക്ക് തന്നെ സ്വയം മനസ്സിലാക്കാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്വഭാവത്തെ നമുക്ക് തന്നെ നിയന്ത്രിക്കാൻ കഴിയും. നമുക്ക് തന്നെ ആ കെട്ട വഴികൾ അല്ലെങ്കിൽ ഒരു മോശപ്പെട്ട വഴികളിലേക്ക് പോകുന്നുവെന്ന് സ്വയം തോന്നുകയാണെങ്കിൽ സ്വയം തിരുത്താൻ പറ്റുമെന്നുള്ളതാണ്. ഋഷിവര്യന്മാർക്കൊക്കെ പണ്ട് ഗുരുകുല സമ്പ്രദായത്തിലൊക്കെ അത് കഴിഞ്ഞത് അങ്ങനെയാണ്. കാരണം ഋഷിവര്യന്മാരോടൊപ്പം കൂടെ താമസിച്ചിരുന്ന ശിഷ്യഗണങ്ങൾക്ക് എന്താ സംഭവിച്ചത്, അവർ പലരും തീർച്ചയായിട്ടും ഗുരുവിൽ നിന്ന് കിട്ടിയ പലതും അതുപോലെ തന്നെ മനസ്സിലാക്കി അതുപോലെ തന്നെ ജീവിതത്തിൽ നടപ്പിൽ വരുത്തുകയാണ് ചെയ്തത്. ഇന്നത്തെ കാലഘട്ടത്തിൽ അത് കുറഞ്ഞുപോയി.
പിന്നെ മറ്റു ചില പിന്നെ എന്താ നമ്മുടെ കയ്യിലിരിക്കുന്ന നമുക്ക് ആവശ്യമെന്ന് തോന്നുന്ന നമ്മുടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള അതിനുള്ളിൽ ജീവിതത്തെ കയറ്റി കഴിഞ്ഞു. അതിനുള്ളിലൂടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടായതിനു ശേഷം ഏറ്റവും അവിടെ വളരെ പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് അദ്ദേഹം പറയുന്ന പോലെ ആക്സിഡന്റ് ആണ് വരുന്നതെങ്കിൽ അതിന്റെ പ്രിക്കോഷൻസ് എടുക്കാൻ കഴിയും. അതൊരു ഭയങ്കര അതാണ് ലക്കെന്ന്. അപ്പോൾ ഈ ആക്സിഡന്റ് ഉണ്ടാകാൻ സാധ്യതയുള്ള കയ്യിൽ അതിന്റെ എന്താ പറയുക അതിനെ ഓവർകം ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ പ്രിക്കോഷൻസ് എടുക്കാനായിട്ടുള്ള ഒരു മനസ്സും കൂടി ഉണ്ടാകും എന്നുള്ളതാണ് ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത്. അതായത് അറിവ്, നോളജ് ഈസ് പവർ. മഹാത്മാഗാന്ധി പറഞ്ഞൊരു വാക്കാണ് നോളജ് ഈസ് പവർ. അറിവാണ് ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. അപ്പൊ ഒരുപാട് നമുക്ക് അറിവുണ്ട്. അതിൽ ഈ നോളജ് ഈസ് പവർ എന്ന് പറയുന്നത് ആ അറിവാണ് ഏറ്റവും വലിയ ശക്തി. അപ്പൊ ഈ അറിവ് ഫിസിക്കലി, മെന്റലി ഓർ ഫിനാൻഷ്യലി ഒക്കെ നമ്മളെ ഒരുപാട് മുന്നോട്ട് നയിക്കും. അപ്പൊ ഇതൊന്ന് കഴിയുമെങ്കിൽ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ഇവയൊക്കെ ഒന്ന് പഠിച്ചെടുക്കുന്നത് നല്ലത്. ഇതിനകത്ത് ദയവ് ചെയ്ത് ഇതിനെയൊക്കെ സ്യൂഡോ സയൻസ് എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ പറയുമായിരിക്കാം. സ്യൂഡോ സയൻസ് ഇപ്പൊ ഹോമിയോപ്പതിയെ സ്യൂഡോ സയൻസ് എന്ന് പറയുന്നുണ്ട്, നാച്ചുറോപ്പതിയെ സ്യൂഡോ സയൻസ് എന്ന് പറയുന്നുണ്ട്, മറ്റ് ചികിത്സാ സമ്പ്രദായങ്ങളെ സ്യൂഡോ സയൻസ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ സ്യൂഡോ സയൻസ് എന്ന് പറയുന്നവരാരാണോ അവർക്കിതൊന്നും അറിയില്ല. അവർക്ക് മെഷീനറി സംവിധാനമൊക്കെ വേണം, സ്കാനിങ് മെഷീനൊക്കെ വേണം. ഇതൊന്നുമില്ലാതെ ഒരു കാലത്ത് നാഡി മാത്രം പിടിച്ചു നോക്കിയിട്ട് ഇന്ന് MRI സ്കാൻ ചെയ്ത് കിട്ടുന്ന റിപ്പോർട്ടുകളെല്ലാം നാഡി മാത്രം നോക്കി പറഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്ക്. ഇപ്പോഴങ്ങനെയുള്ള ആൾക്കാർ വളരെ കുറവാണ്. അപ്പൊ അതുപോലെ ദയവ് ചെയ്ത് മനസ്സിലാക്കൂ. ഇത് താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കട്ടായി പോയോ? താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഇതൊന്ന് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. അത് നമുക്ക് എത്രയോ രൂപ നമുക്ക് എന്തിനെല്ലാം നമ്മൾ വിനിയോഗിക്കുന്നു, എന്തിനെല്ലാം നഷ്ടപ്പെടുത്തുന്നു. അവനവന് വേണ്ടി അവനവൻ ചെയ്യുന്ന വലിയ കാര്യങ്ങളിൽ ഒന്നായിരിക്കുന്ന എനിക്ക് തോന്നുന്നു. ഇതൊരു ബിസിനസ്സായിട്ട് ദയവ് എടുക്കരുത്. അത് ഇവിടെ നിന്ന് തന്നെ പഠിക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് ഏറ്റവും ഉത്തമനായ ഒരു ഗുരുനാഥനെ കാണുക, ഉത്തമനാണെന്ന് തോന്നുക. ഉത്തമൻ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ സ്വയം മനസ്സിലാക്കിക്കോളൂ. അവിടെ നിന്ന് പഠിച്ചെടുക്കുക. എന്തായിരുന്നാലും വളരെയേറെ സന്തോഷം. ഇതിൽ പങ്കെടുത്ത ഇപ്പം പല രാജ്യത്തു നിന്നുള്ളവരുണ്ട്, പിന്നെ കേരളത്തിനകത്തു നിന്നുള്ളവരുണ്ട്, ഇന്ത്യയിൽ നിന്നുള്ളവരുണ്ട്. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇനി മുന്നോട്ട് എന്നും നന്നായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഒപ്പം തന്നെ ഇത്രയും നേരം നമുക്ക് വേണ്ടി സാറ്, മോർണിംഗ് സാർ, നമുക്ക് വേണ്ടി ഈ എഫേർട്ടിന് ഒരുപാട് നന്ദി, ഒരുപാട് സന്തോഷം. ഈ അവസരം എനിക്ക് ശാന്തിഗ്രാമിന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി കടപ്പാടും അറിയിച്ചുകൊണ്ട് അപ്പം ഇനി ഒരു നല്ല ദിവസം നമുക്ക് ഇതുപോലെ വീണ്ടും കാണാമെന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.